ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, കോറിന്തോസ് ലേഖനം 1 കോറിന്തോസ് 6-ാമത്തെ അധ്യായം എടുക്കാമോ? 1 കോറിന്തോസ് 6-ാമത്തെ അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. 1 കോറിന്തോസ് എല്ലാവരും എടുക്കുക. 1 കോറിന്തോസ് 6-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ വായിച്ചേ. നിങ്ങളിൽ ഉറക്കെ വായിച്ചോ. നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു സഹോദരനെ പറ്റി പരാതി ഉണ്ടാകുമ്പോൾ അവൻ വിശുദ്ധരെ സമീപിക്കുന്നതിന് പകരം നീതിരഹിതരായ വിജാതീയരുടെ വിധി തേടാൻ മുതിരുന്നുവോ? അടുത്ത വചനമാണ് നമുക്ക് വേണ്ടത്. 2-ാമത്തെ വചനം വായിച്ചേ. വിശുദ്ധർ ലോകത്തെ വിധിക്കുമെന്ന് നിങ്ങൾക്ക് അറിവില്ലേ? ഒരിക്കൽ കൂടി വായിച്ചേ. വിശുദ്ധർ ലോകത്തെ വിധിക്കുമെന്ന് നിങ്ങൾക്ക് അറിവില്ലേ? അപ്പോൾ ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് ആരാണ്? വിശുദ്ധരാണ്. ഇനി ആരാണ് വിശുദ്ധർ? ആരാണ് വിശുദ്ധർ? മരിച്ചുപോയവരാണോ വിശുദ്ധർ? അല്ല. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ആദിമസഭയിൽ മരിച്ചുപോയവരായിരുന്നില്ല വിശുദ്ധർ, ജീവിച്ചിരിക്കുന്നവരെയാണ് അന്ന് വിശുദ്ധർ എന്ന് വിളിച്ചിരുന്നത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഇന്ന് വലിയ പ്രഖ്യാപനം വേണ്ടി വരികയാണ്. എന്താണ്? വിശുദ്ധരാണോ എന്നറിയാൻ വേണ്ടി, അല്ലേ? അത് വലിയ പ്രോസസ്സാണ്. പക്ഷെ അന്ന് പൗലോസ്ലീഹായ്ക്ക് സംശയം ഉണ്ടായിരുന്നില്ല. അന്ന് സമൂഹത്തിൽ ജീവിച്ചിരുന്ന, പ്രത്യേകിച്ച് മാമോദീസ സ്വീകരിച്ച് യേശു മാർഗത്തിൽ ജീവിച്ചിരുന്ന എല്ലാവരെയും അന്ന് വിളിച്ചിരുന്നത് എന്താണ്? വിശുദ്ധർ എന്നാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, അല്ലേ? അതാണ് നമ്മൾ കാണുന്നത്. എഫേസോസ് ലേഖനം എടുക്കാമോ? എഫേസോസ് ലേഖനം, കോറിന്തോസ് ലേഖനം കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ എഫേസോസ് ലേഖനത്തിൽ നമ്മൾ വായിക്കുകയാണ്. 1-ാമത്തെ അധ്യായം 3-ാമത്തെ തിരുവചനം വായിച്ചേ. അവർക്ക് വായിക്കാമോ? 1:3 വായിച്ചേ. സ്വർഗീയമായ എല്ലാ ആത്മീയ വരങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചവനും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവുമായ ദൈവം സ്തുതിക്കപ്പെട്ടവനാകട്ടെ. അടുത്ത വചനം വായിച്ചേ. തൻ്റെ മുൻപാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുവാൻ ലോകസ്ഥാപനത്തിനു മുൻപ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഇനി 7-ാമത്തെ വചനം വായിച്ചേ. എഫേസസ് 1:7. പലരും വായിക്കുന്നില്ല, ഉറക്കെ വായിച്ചേ. 7-ാമത്തെ വചനം. അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവൻ്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു. അതുകൊണ്ട് നമ്മളെല്ലാവരും ആരാണ്? വിശുദ്ധരാണ്. പറഞ്ഞേ, നമ്മളെ കർത്താവ് വിളിച്ചിരിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? വിശുദ്ധരാണ്. ഓക്കെ, ഇനി തിരിച്ച് കോറിന്തോസ് ലേഖനത്തിലേക്ക് വരണം. 1 കോറിന്തോസ് 1-ാമത്തെ അധ്യായം എടുത്തേ. 1 കോറിന്തോസ് 1-ാമത്തെ അധ്യായം. ജീവിച്ചിരിക്കുന്നവരാണ് വിശുദ്ധർ. വായിക്കാമോ? 1 കോറിന്തോസ് 1-ാം അധ്യായം 2-ാമത്തെ തിരുവചനം വായിച്ചേ. 1 കോറിന്തോസ് 1:2 വായിക്കാമോ? കോറിന്തോസിലുള്ള ദൈവത്തിൻ്റെ സഭയ്ക്ക് എഴുതുന്നത്. അടുത്ത വചനം വായിച്ചേ. യേശു ക്രിസ്തുവിൽ വിശുദ്ധരായവർക്കും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവർക്കും. ഒരിക്കൽ കൂടി വായിച്ചേ. യേശു ക്രിസ്തുവിൽ വിശുദ്ധരായവർക്കും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവർ. അപ്പൊ നമ്മളെ കർത്താവ് വിളിച്ചിരിക്കുന്നത് എവിടേക്കാണ്? പറഞ്ഞേ, എവിടേക്കാണ് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്? വിശുദ്ധിയിലേക്കാണ്, അല്ലേ? നമ്മളെ കർത്താവ് വിളിച്ചിരിക്കുന്നത് എവിടേക്കാണ്? അശുദ്ധിയിലേക്കല്ല. പിന്നെയോ നമ്മളെ കർത്താവ് വിളിച്ചിരിക്കുന്നത് വിശുദ്ധിയിലേക്കാണ്. എടുക്കാമോ? 1 തെസ്സലോനിക്ക 4-ാം അധ്യായം എടുത്തേ. 1 തെസ്സലോനിക്ക 4-ാമത്തെ അധ്യായം. ഫസ്റ്റ് തെസ്സലോനിയൻസ് ചാപ്റ്റർ 4. 1 തെസ്സലോനിക്ക 4-ാമത്തെ അധ്യായം 4-ാമത്തെ അധ്യായം 7-ാമത്തെ വചനം വായിച്ചേ. അവർക്ക് വായിക്കാമോ? 1 തെസ്സലോനിക്ക 4:7 വായിച്ചേ. അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്, അല്ലേ? അപ്പം നമ്മൾ കർത്താവ് വിളിച്ചിരിക്കുന്നത് എങ്ങോട്ടാണ്? വിശുദ്ധിയിലേക്കാണ്. വായിച്ചേ. അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അതിനാൽ ഇക്കാര്യങ്ങൾ അവഗണിക്കുന്നവൻ മനുഷ്യനെ അല്ല, പിന്നെ ആരെയാണ്? പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് നൽകുന്ന ദൈവത്തെ ആണ് അവഗണിക്കുന്നത്, അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കേൾക്കാതെ പോകുന്നവർ ആരെയാണ് അവഗണിച്ചുകൊണ്ടിരിക്കുന്നത്? പരിശുദ്ധാത്മാവിനെയാണ് അവഗണിച്ചു കൊണ്ടിരിക്കുന്നത്, അല്ലേ? നമ്മൾ വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, എല്ലാ പാപങ്ങളും ക്ഷമിക്കപ്പെടും, എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയില്ല. ഈ ലോകത്തോ വരാനിരിക്കുന്ന ലോകത്തോ പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള പാപങ്ങൾ എന്ത് ചെയ്യുകയില്ല? ക്ഷമിക്കപ്പെടുകയില്ല. എന്താ അതങ്ങനെ പറയാൻ കാരണം എന്താണെന്നറിയാമോ? എന്തുകൊണ്ടാണ് അത് ക്ഷമിക്കപ്പെടാത്തത്?
പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള പാപങ്ങൾ ക്ഷമിക്കപ്പെടാത്ത എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, പരിശുദ്ധാത്മാവ് ഒരാളിൽ ഉള്ളത് ഒരാൾ അംഗീകരിച്ചില്ലെങ്കിൽ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെ ഒരാൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ആ വ്യക്തി ഒരിക്കലും കുമ്പസാരത്തിലേക്ക് പോവുകയില്ല. അതാണ് ആ പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞത്. കാരണം പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോഴാണ്, എടുക്കാമോ യോഹന്നാൻ 14 അധ്യായം എടുത്ത്, യോഹന്നാൻ്റെ സുവിശേഷം 14 അധ്യായം, പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനത്തെ പറ്റിയാണ് വായിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ പ്രവർത്തനം 16 അധ്യായം വായിക്കാമോ? യോഹന്നാൻ 16:8, 14 16 അധ്യായം 8 തിരുവചനം വായിച്ചേ. അവൻ വന്ന്, ആര് വന്ന്? പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് എൻ്റെ ഹെഡിങ് എന്താണ്? പരിശുദ്ധാത്മാവെന്നാണ് അല്ലേ? അപ്പോൾ പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവില്ലെങ്കിൽ ഒരാൾ എന്തിലേക്ക് പോവില്ല? അനുതാപത്തിലേക്ക് പോവില്ല അല്ലേ? അപ്പം അതുകൊണ്ട് ആ പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയില്ല. സിമ്പിളാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള പാപം എന്ന് സൂചിപ്പിക്കുന്നത് ഏതാണ്? പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ഒന്നും ഒരു ഓർമ്മയില്ലാതെ ഒരാൾ ജീവിച്ചാൽ അയാൾ എവിടെയാണ്? അയാൾ പാപത്തിലാണെന്ന് പറഞ്ഞാൽ അദ്ദേഹം തിരിച്ചു വരികയില്ല. അതാണ് പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയില്ല എന്ന് പറയുന്നത്. കാരണം പാപങ്ങൾ ഏറ്റുപറയാതെ പാപങ്ങൾ ക്ഷമിക്കാൻ സാധിക്കുകയില്ല. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് നമ്മൾ വായിച്ചു തുടങ്ങിയ വചനം നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. 1 കൊരിന്തോസ് 6 എന്താണ് വചനം? വിശുദ്ധർ ലോകത്തെ വിധിക്കുമെന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. വിശുദ്ധർ പറഞ്ഞേ ഹല്ലേലൂയ. ഉദാഹരണം, പഴയ നിയമത്തിൽ നമ്മളൊരു വിശുദ്ധനായ മനുഷ്യനെ കാണുന്നുണ്ട്. പഴയ നിയമത്തിലെ ഏറ്റവും വിശുദ്ധനായ മനുഷ്യനാണ് ആരാണ്? ജോസഫ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ അല്ലേ? എടുക്കാമോ? ഉൽപ്പത്തി പുസ്തകം 39 അധ്യായം എടുക്കാമോ? ഉൽപ്പത്തി പുസ്തകം 39 അധ്യായം. വിശുദ്ധർ ലോകത്തെ വിധിക്കുമെന്ന് നിങ്ങൾക്ക് അറിവില്ലേ? അതാണ് കൊരിന്തോസ് ലേഖനത്തിൽ പൗലോസ് ശ്ലീഹ ഓർമ്മിപ്പിക്കുന്നത്. ഒരാളുടെ ജീവിതത്തിലേക്ക് വിശുദ്ധി കടന്നു വന്നാൽ അയാളുടെ ജീവിതം എങ്ങനെ മാറ്റപ്പെടും, ഒരാളുടെ ജീവിതത്തിൻ്റെ സ്റ്റാൻഡേർഡ് ഏത് തലത്തിലേക്ക് ഉയർത്തപ്പെടും എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം നമ്മൾ കാണുകയാണ്. എടുക്കാമോ? ഉൽപ്പത്തി പുസ്തകം 39 അധ്യായം. 39 അധ്യായം 3 മുതലുള്ള തിരുവചനം വായിച്ചേ. ഉൽപ്പത്തി പുസ്തകം 39 3 മുതലുള്ള തിരുവചനം വായിച്ചേ. കർത്താവ് ആരുടെ കൂടെ ഉണ്ടെന്നാണ്? ആരാണ് ഇവിടുത്തെ ആളുകൾ? ജോസഫാണ് അല്ലേ? കർത്താവ് ജോസഫിന്റെ കൂടെ ഉണ്ടെന്നും വായിച്ചോ. അവൻ ചെയ്യുന്നതൊക്കെ അവിടുന്ന് മംഗളകരമാക്കുമെന്നും അവൻ്റെ യജമാനന് മനസ്സിലായി. ആരാണ് യജമാനൻ? പൊത്തിഫറാണ് അല്ലേ? അപ്പോൾ ഈജിപ്തിലെ ഒരു സേനാനായകനാണ് പൊത്തിഫർ. അദ്ദേഹം ഒരു വലിയ ആളാണ്. ആ രാജ്യത്തിലെ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാണ് സഹോദരന്മാരെ അടിമയായിട്ട് വിറ്റ ജോസഫ് എന്ത് ചെയ്യുന്നത്? എത്തിച്ചേരുന്നത് അല്ലേ? കഥയൊക്കെ നിങ്ങൾക്കറിയാം. കുഴിയിലേക്ക് തള്ളിയിട്ടു. അപ്പോൾ ആളുകൾ പറഞ്ഞു, ബാക്കിയുള്ള സഹോദരങ്ങൾ പറഞ്ഞു, ഇവൻ കുഴി കിടന്നാൽ നമുക്കൊരു പ്രയോജനമില്ല, 10 പൈസ കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ച് വീണ്ടും അവനെ ജോസഫിനെ കുഴിയിൽ നിന്ന് പൊക്കിയെടുത്തു. ആ സമയത്താണ് മിഥിയാനിൽ നിന്നുള്ള കച്ചവടക്കാർ ആ വഴിയിലൂടെ പോകുന്നത് കാണുന്നത്. അങ്ങനെ കച്ചവടക്കാർക്ക് വിറ്റു അല്ലേ? ആരാണ് വിറ്റതെന്ന് അറിയാമോ? ആരാ വിറ്റത്? സഹോദരന്മാർ 11 പേരിൽ ആരാണ് ജോസഫിനെ വിറ്റത്? ആരാണ്? യൂദയാണ് വിറ്റത്. എത്ര വെള്ളിക്കാശിനാണ്? 20ഓളം വെള്ളിക്കാശിന് വിറ്റു. മനസ്സിലാവുന്നുണ്ടോ? അത് തന്നെയാണ് പുതിയ നിയമത്തിൽ യേശുവിനെ വെള്ളിക്കാശിന് വിറ്റതും ആരാണ്? മറ്റൊരു യൂദയാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ പഴയ നിയമത്തിലെ ജോസഫും പുതിയ നിയമത്തിലെ യേശുവും തമ്മിൽ എടുത്തു പറയത്തക്കവണ്ണമുള്ള ഏകദേശം 30-ലധികം സാദൃശ്യങ്ങളുണ്ട്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ ഡാനിയൽ അച്ഛൻ്റെ ഹോളി വീക്കിൻ്റെ ധ്യാനങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ യൂട്യൂബിലുണ്ട്. അത് കേട്ടാൽ നമുക്കത് കൃത്യം മനസ്സിലാകും അല്ലേ? ഒരുപാട് അല്ലേ? 2 പേരെയും കുഴിയിലേക്ക് ഇട്ടു അല്ലേ? യേശുവിനെയും ഒരു കുഴിയിലിട്ടു അല്ലേ? പെസഹ വ്യാഴാഴ്ച രാത്രി മുതൽ വെള്ളിയാഴ്ച വെളുപ്പിന് വരെ ഈശോയെ ഇട്ടിരിക്കുന്നത് ഒരു കിടങ്ങിനകത്താണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ആ കിടങ്ങ് ഇപ്പോഴും ഉണ്ടവിടെ. അപ്പോൾ ഒരു കിടങ്ങിനകത്ത്, ഒരു കിണറിനകത്ത്, ഒരു കുഴിക്കകത്താണ് ഇട്ടത് അല്ലേ? 2 പേർക്ക് നീളമുള്ള ഒരു മേൽക്കുപ്പായം ഉണ്ടായിരുന്നു. ജോസഫിന്റെ കുപ്പായമാണ് അവർ വലിച്ചു കീറി ആടിന്റെ രക്തം പുരട്ടി ആരെ കാണിച്ചത്? അപ്പനെ കാണിച്ചിട്ട് പറഞ്ഞു, വഴിയിൽ വെച്ച് കിട്ടിയതാണ്, മകനെ ആരോ കൊന്നു എന്ന് തോന്നുന്നു അല്ലേ? യേശുവിന്റെ കുപ്പായം വലിയ തുന്നലില്ലാതെ നെയ്യപ്പെട്ടതാകയാൽ അവരത് കുറിയിട്ട് അല്ലേ? കുറിയിട്ട് മാറ്റിയെടുത്തു. അങ്ങനെ 2 പേർക്ക് നീളമുള്ള രണ്ടും സൂചിപ്പിക്കുന്നത് പൗരോഹിത്യത്തെയാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ അല്ലേ? സ്വന്തം ആളുകളാണ് ആരെ
അല്ലെ സ്വന്തം സഹോദരങ്ങളാണ് സഹോദരനെ വിറ്റത്. യേശുവിനെ വിറ്റതും ആരാണ്? സ്വന്തം സഹോദരങ്ങളാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. എല്ലാവരും യൂദ അല്ലെ ഈ ജോസഫിനെ ഉപേക്ഷിച്ചു, അതുപോലെ തന്നെ യേശുവിനെയും എന്ത് ചെയ്തു? എല്ലാവരും ഉപേക്ഷിച്ചു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അപ്പൊ അത് പോട്ടെ, അതല്ല നമ്മുടെ വിഷയം. അപ്പോൾ ഈ ജോസഫ് അങ്ങനെ ഒരു അടിമയായിട്ട്, നിങ്ങൾ ആലോചിക്കണം, സ്വന്തം അപ്പനിൽ നിന്ന് അകന്ന് സഹോദരങ്ങളാൽ വെള്ളിക്കാശിന് വിൽക്കപ്പെട്ട് ഒരടിമയെപ്പോലെ, ഒരു രാജകുമാരനെ പോലെ വീട്ടിൽ കഴിഞ്ഞിരുന്നവനാണ്. അപ്പൻ ഏറ്റവും കൂടുതൽ സ്നേഹമുണ്ടായിരുന്ന ആളാണ്. അപ്പനൊരു ജോലിയും ചെയ്യിപ്പിക്കാത്തൊരു പയ്യനായിരുന്നു. അങ്ങനെ രാജകുമാരനെ പോലെ രാജകൊട്ടാരത്തിൽ ജീവിച്ചിരുന്നതിന് സദൃശനായി ജീവിച്ചിരുന്നൊരു മനുഷ്യൻ ഒറ്റപ്പെട്ട് മുഴുവൻ അല്ലെ സഹോദരങ്ങൾ അല്ലെ നാട്ടുകാർ വിറ്റാലും സാരമില്ല, സ്വന്തം ചോരയിൽ പിറന്ന സ്വന്തം രക്തത്തിൽ രണ്ടും കുടുംബാംഗങ്ങൾ തന്നെ എന്താണ് എതിർക്കപ്പെട്ട് അങ്ങനെ ഒറ്റൊരു രാജ്യത്ത്, അറിയാത്ത സ്ഥലമാണ്, അറിയാത്ത ഭാഷയാണ്, അറിയാത്ത ആചാരങ്ങളാണ്, വിഗ്രഹാരാധനയുടെ നാടാണ് ഈജിപ്റ്റ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അല്ലെ രാജ്യം ഭരിച്ചിരുന്ന രാജാവിനെ ദൈവമായിട്ട് ആരാധിച്ചിരുന്ന ഒരു സമൂഹത്തിലേക്കാണ് ഇസ്രായേലിന്റെ ദൈവത്തെ ആരാധിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരനെ അവനെ ഈ കാലം കൊണ്ടെത്തിക്കുന്നത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെ മനസ്സ് മുഴുവൻ തകർക്കപ്പെട്ട് ഒരു വല്ലാത്ത അന്തരീക്ഷത്തിലൂടെ ഒരു ചെറുപ്പക്കാരൻ ഈജിപ്തിന്റെ മണ്ണിൽ പാസ്പോർട്ടും വിസയും ഇല്ലാതെ എത്തിച്ചേരുകയാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അവന് മുന്നിലോട്ട് പോകാൻ പ്രത്യേകിച്ച് ഇറ്റിനറി ഇല്ല. നമ്മളൊരു രാജ്യത്ത് പോകുമ്പോൾ നമ്മളൊരു ഇറ്റിനറി തയ്യാറാക്കി എന്ത് ചെയ്യണം, എവിടെയാണ് ചെന്നിറങ്ങുന്നത്, എവിടെയാണ് താമസിക്കുന്നത്, ആരുടെ കൂടെയാണ് താമസിക്കുന്നത്, എന്തൊക്കെയാണ് പ്രോഗ്രാം, ഒരു ഇറ്റിനറി ഉണ്ട്. യാതൊരു ഇറ്റിനറി ഇല്ല, ഒരു ഇമിഗ്രേഷനും ഇല്ല, ഒരു പാസ്പോർട്ടോ വിസയോ ഒന്നുമില്ലാതെ, ഒരു വിസിറ്റിംഗ് വിസ പോലും ഇല്ലാതെ ഒരു ചെറുപ്പക്കാരൻ വളരെ പെട്ടെന്നൊരു ദിവസം അറിയാത്തൊരു രാജ്യത്തിലേക്ക് വളരെ അപകർഷതാപൂർവം ചെന്നെത്തിച്ചേരുകയാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അവിടെ അവന് കിട്ടിയത് എന്താണ്? അടുക്കളപ്പണിയാണ്. അല്ലെ ഏറ്റവും മോശപ്പെട്ട ജോലികൾ ചെയ്തുകൊണ്ട് അവിടെ ഇരിക്കുമ്പോഴും അവന്റെ വിശുദ്ധിയുടെ മേലുടുപ്പ് നഷ്ടപ്പെടുത്തിയില്ല. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. വിശുദ്ധി ഒരു ഉടുവസ്ത്രമാണ്. ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, വിശുദ്ധി അജയമായ ഒരു പരിചയാണ്. വിശുദ്ധി എന്താണ്? അജയമായ ഒരു പരിചയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഒരു വാള് നിന്റെ ജീവിതത്തിന് നേരെ വരുമ്പോ വിശുദ്ധിയുടെ ഒരു പരിചയം ഉണ്ടെങ്കിൽ അത് നിന്റെ ഹൃദയഭിത്തികളെ ഭേദിക്കുകയില്ല. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ആ പ്രതിസന്ധിയിൽ നീ തകർന്നു പോവില്ല. ആ പ്രതിസന്ധി നിന്നെ ആത്മഹത്യയിലേക്ക് നയിക്കില്ല. വിശുദ്ധി അജയമായ ഒരു പരിചയമാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെ ജോസഫ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ പറ്റിയാണ് നമ്മൾ ഇനി വായിക്കുന്നത്. ഇനി വായിച്ച് 3-ാമത്തെ വചനം, കർത്താവ് അവന്റെ കൂടെ ഉണ്ടെന്നും പിന്നെന്താണ്, അവൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവൻ ചെയ്യുന്നതൊക്കെ മംഗളകരമാക്കുന്നുവെന്നും അവന്റെ യജമാനന് മനസ്സിലാക്കി. വിശുദ്ധിയോടുകൂടി ഒരാൾ ഒരു കാര്യം ചെയ്യുന്നതും വിശുദ്ധി ഇല്ലാതെ ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. നിങ്ങളൊരു കാര്യം ചെയ്തിട്ട്, ഒരു എക്സസൈസ് ഞാൻ പറയുകയാണ്, നിങ്ങളൊരു കാര്യം ചെയ്തിട്ട് നിരന്തരം അതിൽ പരാജയപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ആദ്യം പോകേണ്ടത് നിങ്ങളുടെ എന്താണ് ഭൗതികമായ കാര്യങ്ങളിലേക്കല്ല. നിങ്ങൾ തുടർച്ചയായിട്ട് നിങ്ങൾ ബിസിനസ് ചെയ്യുന്നു, പരാജയപ്പെടുന്നു. നിങ്ങൾ തുടർച്ചയായിട്ട് ഒരു പരീക്ഷ എഴുതുന്നു, 8 നിലയിൽ പൊട്ടുന്നു. അപ്പോൾ നിങ്ങൾ പോകേണ്ടത് ട്യൂഷൻ ക്ലാസ്സിലേക്കല്ല, നിങ്ങൾ ആദ്യം ഓടിപ്പോകേണ്ടത് കുമ്പസാരക്കൂട്ടിലേക്കാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. നിരന്തരമായ പരാജയങ്ങളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും ഒരു വിശുദ്ധിയുടെ കുറവ് ആ പരാജയത്തിന് ഒരു കാരണമായിട്ടുണ്ടാകാം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ വിശുദ്ധി ഒരാൾക്ക് ആവരണമായിട്ടുണ്ടെങ്കിൽ, വിശുദ്ധനായിട്ട് ജീവിക്കണമെന്ന ആഗ്രഹമെങ്കിലും ഉണ്ടെങ്കിൽ, അത് മനസ്സിലാക്കുക, രണ്ടും വ്യത്യാസമുണ്ട്. വിശുദ്ധനായിട്ട് ജീവിക്കണമെന്നൊരാഗ്രഹമെങ്കിലും ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഉണ്ടാകും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. 100% പരിശുദ്ധിയോടെ ജീവിക്കുന്നവരടുത്ത് മാത്രം വസിക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. എപ്പോഴും മനസ്സിലാക്കണം, 100% വിശുദ്ധിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മിലേക്ക് ഒഴുകുന്ന ഒരു കൃപയുടെ പേരല്ല പരിശുദ്ധാത്മാവ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ 100% പരിശുദ്ധനായിരിക്കുമ്പോൾ ദൈവം എനിക്ക് നൽകുന്ന ഒരു ദാനത്തിന്റെ പേരല്ല പരിശുദ്ധാത്മാവ്. മനസ്സിലാവുന്നുണ്ടോ? മറിച്ച് പരിശുദ്ധിയിൽ എന്നെ ജീവിക്കാൻ സഹായിക്കുന്ന വ്യക്തിയുടെ പേരാണ് പരിശുദ്ധാത്മാ. ഹോളി സ്പിരിറ്റ് ഈസ് ദ വൺ ഹു ഗീവ് യു ഹോളിനെസ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ 100% പരിശുദ്ധരായിരിക്കും. അങ്ങനെ ഒരാൾക്കും ഇരിക്കാൻ പറ്റില്ല. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ നമ്മൾ 100% വിശുദ്ധരായിരിക്കുമ്പോൾ നമ്മുടെ തലയിലേക്ക് വരുന്ന ഒരു അഭിഷേകത്തിന്റെ പേരല്ല പരിശുദ്ധാത്മ. മറിച്ച് നിങ്ങൾക്ക് 1% പരിശുദ്ധരായിരിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളെ സഹായിക്കുന്ന സ്വർഗത്തിന്റെ സഹായകന്റെ പേരാണ്
പരിശുദ്ധാത്മാവ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. നിങ്ങളിൽ 99% അശുദ്ധിയും 1% ആഗ്രഹവുമുണ്ട്. എന്താണ് ആഗ്രഹം? പരിശുദ്ധിയിൽ ജീവിക്കണമെന്ന ഒരാഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഭൗതിക കാര്യത്തിന് വേണ്ടി ഓടണ്ട. നിങ്ങൾ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. വിശുദ്ധി കൂടാതെ നമുക്ക് ദൈവത്തെ ദർശിക്കാൻ കഴിയുകയില്ല. എന്താണ് ഈ വിശുദ്ധി എന്ന് പറയുന്നത്? വിശുദ്ധിക്ക് വേണ്ടിയുള്ള ആഗ്രഹം തന്നെ വിശുദ്ധീകരണമാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. എന്താണ് പറയുന്നത്? മനസ്സിലാവുന്നുണ്ടോ? വിശുദ്ധിക്ക് വേണ്ടിയുള്ള ആഗ്രഹം പോലും എന്താണ്? പറയൂ, എന്താണ്? വിശുദ്ധീകരണമാണ്. നിങ്ങളിത് പഠിക്കണം. ഇത് പഠിച്ചാൽ പല വാതിലുകൾ തുറക്കപ്പെടും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ട് വഴി തുറക്കാൻ വേണ്ടി മെഴുതിരി എത്തിച്ചിട്ട് കാര്യമില്ല. മനസ്സിലാവുണ്ട്? ചില മലകളും കുന്നുകളും കയറി ഇറങ്ങിയിട്ട് കാര്യമില്ല. ജീവിതത്തിൽ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. തലമുറകളുടെ വാതിലുകൾ തുറക്കണമെങ്കിൽ വിശുദ്ധിയുടെ പൂട്ടാണ് പല മേഖലകൾക്ക് മുമ്പിൽ ഇങ്ങനെ അടഞ്ഞു കിടക്കുന്നത്. അത് തുറക്കപ്പെട്ടാലേ ഒരു അഭിഷേകം ഉള്ളിലേക്ക് ഒഴുകുകയുള്ളൂ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പൊ എന്താണ് പരിശുദ്ധാത്മാവ്? എന്താണ്? 100% പരിശുദ്ധിയിൽ ജീവിക്കുന്ന ഒരാൾക്ക് കിട്ടുന്ന ഒരു സഹായമാണോ? അല്ല. 1% ആഗ്രഹമുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? വിശുദ്ധിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ഒരു ആഗ്രഹം നിന്റെ ഉള്ളിൽ അവശേഷിക്കുന്നെങ്കിൽ നിന്നെ സഹായിക്കുന്ന സ്വർഗത്തിലെ സഹായകന്റെ പേരാണ് പരിശുദ്ധാത്മാവ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പൊ വായിച്ചേ, ഒരാൾ ചെയ്യുന്ന കാര്യങ്ങൾ മംഗളകരമാകുന്നതും അയാളുടെ ജീവിതത്തിന്റെ വിശുദ്ധിയും തമ്മിൽ വലിയൊരു ബന്ധമുണ്ട്. രണ്ടും ഡയറക്ട്ലി പ്രൊപ്പോർഷനിലാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. ഒരാളുടെ വ്യക്തിപരമായ വിശുദ്ധിയും അയാൾ ചെയ്യുന്ന കാര്യങ്ങളിലെ വിജയവും തമ്മിൽ വലിയൊരു ബന്ധമുണ്ടെന്ന് ജോസഫിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുകയാണ്. വായിക്കാമോ? കർത്താവ് അവന്റെ കൂടെ, വളരെ ശ്രദ്ധിച്ച് വായിക്കേണ്ട ഒരു വചനമാണ്. കർത്താവ് അവന്റെ കൂടെ ഉണ്ടെന്നും വായിച്ചേ, അവൻ ചെയ്യുന്നതൊക്കെ, അല്ലേ, അവൻ ചെയ്യുന്നത് എല്ലാം, രാവിലെ അവൻ എഴുന്നേൽക്കുന്നത് മുതൽ കിടക്കുന്നത് വരെ അവൻ ചെയ്യുന്ന ഏത് ചെറിയ, എന്താ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇവിടെ അവൻ ചെയ്യുന്നത് എന്താണ്? ഏതെങ്കിലും വലിയ ബിൽഡിങ്ങിന്റെ പണിയാണോ? അല്ല. അവൻ ചെയ്തിരിക്കുന്നത് തൂപ്പും തുടപ്പുമാണ്. മനസ്സിലാവുന്നത്? വീട്ടിലെ ക്ലീനിങ് ആണ്, വീട്ടിലെ പാചകമാണ്. എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ചെറിയ കാര്യങ്ങൾ പോലും നന്നായി വരണമെങ്കിൽ എന്തു വേണം? വിശുദ്ധി വേണം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലാവുന്നുണ്ടോ? അല്ലെ? ഒരു ക്ലീനിങ് ജോലി നമ്മൾ വിചാരിക്കുകയാണ് അത് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല. വചനം അനുസരിച്ച് വചനം പറയുകയാണ്, ഒരു ചെറിയ കാര്യം പോലും ചെയ്യണമെങ്കിൽ, അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നത്, ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ എന്തു വലിയ കാര്യങ്ങൾ ചെയ്തോ അതെല്ലാം ദൈവകൃപയാണെന്ന് പൗലോസ്ലീഹ പറഞ്ഞിട്ടില്ല. ഞാൻ എന്തായിരിക്കുന്നുവോ, ഞാനിപ്പോൾ ഈ കസേരയിൽ ഇരിക്കുന്നു, അത് ദൈവ കൃപയാലാണ്. ഞാനിപ്പോൾ പരാജയപ്പെട്ട് വീണ് കിടക്കുന്നു, അതും എന്താണ്? ദൈവത്തിന്റെ കൃപയാണ്. ചില പരാജയങ്ങൾ ദൈവത്തിന്റെ വലിയ കൃപയുടെ അടയാളങ്ങളാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. ചില പരാജയങ്ങളിലൂടെ ഒരു വ്യക്തിയെ ദൈവം കടത്തിവിടുന്നത് വലിയ കൃപയ്ക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, പാപം വർദ്ധിച്ചിടത്ത് കൃപ അതിലേറെ വർദ്ധിച്ചു. മനസ്സിലാവുന്നുണ്ടോ? റോമാലേഖനം വായിക്കണം നിങ്ങൾ. പാപം വർദ്ധിച്ചിടത്ത് എന്ത് വർദ്ധിച്ചു? കൃപ വർദ്ധിച്ചു. പാപം ചെയ്ത് ഒരാൾ ജയിലിലായി, അയാൾക്ക് തിരിച്ചു വരാൻ ഒരുപാട് വഴികളുണ്ട്. പക്ഷെ എന്ത് ചെയ്യും? കർത്താവ് കൃപ ഇങ്ങനെ ഒഴുക്കിക്കൊണ്ടിരിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? തിരിച്ചു വരാൻ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതുകൊണ്ട് 1% ആഗ്രഹമെങ്കിലും നമുക്ക് നമ്മുടെ ജീവിതത്തെ തിരിച്ചു പിടിക്കാനുണ്ടെങ്കിൽ നമ്മളെ സഹായിക്കുന്ന ശക്തിയുടെ, വ്യക്തിയുടെ പേരാണ് പരിശുദ്ധാത്മാവ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പൊ ഇനി വായിച്ചേ, അവൻ ചെയ്യുന്നതെല്ലാം മംഗളകരമാക്കുന്നുവെന്നും അവന്റെ യജമാനന് മനസ്സിലായി. 4 മുതലുള്ള വചനങ്ങൾ ഉച്ചത്തിൽ വായിച്ചേ. അവൻ യജമാനന്റെ പ്രീതിക്ക് പാത്രമായി അവൻ പോത്തിഫറിനെ ശുശ്രൂഷിച്ചു. അല്ലേ? അത് വളരെ പ്രധാനപ്പെട്ട ഒരു വചനമാണ്. വായിച്ചേ, ഒരിക്കൽ കൂടി വായിച്ചേ. അവൻ യജമാനന്റെ പ്രീതിക്ക് പാത്രമായി. നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ്, മനുഷ്യ ബന്ധങ്ങൾ നിലനിൽക്കണമെങ്കിൽ പോലും അവിടെ എന്തുണ്ടാകണം? ഒരു ലെയർ പരിശുദ്ധി ഉണ്ടാകണം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. ഒരു കുടുംബജീവിതം, മനസ്സിലാവുന്നുണ്ടോ? ഭാര്യയ്ക്ക് ഭർത്താവിനെയും ഭർത്താവിന് ഭാര്യയും, ആ ബന്ധം, ആ ബോണ്ട് എന്നാണ് പറയുന്നത്, ഇൻഡിസൊല്യൂബിൾ ബോണ്ട് എന്നാണ് പറയുന്നത്. ആ ബോണ്ട്, ആ ബന്ധം ശക്തമാകണമെങ്കിൽ അതിനിടയിലുള്ള പശയുടെ പേരാണ് പരിശുദ്ധി, വിശുദ്ധി. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. അതില്ലാതെ ഇത് മുന്നോട്ട് പോവില്ല. ഇതില്ലാതെ ഇത് മുന്നോട്ട് പോവില്ല. അതുകൊണ്ട് മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളുടെയും അടിസ്ഥാനം എന്ത് തന്നെയാണ്? പരിശുദ്ധിയാണ്. മനസ്സിലാവുന്നുണ്ട്? അതുകൊണ്ട് 24 മണിക്കൂറും വഴക്കുണ്ടാക്കുന്ന ആളുകൾ ശ്രദ്ധിച്ചോണം, നിങ്ങളുടെ പരിശുദ്ധി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലാവണം? അതിനെ നമ്മളെ വേറെ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നിങ്ങളുടെ വീട്ടിൽ എപ്പോഴും വഴക്കാണെങ്കിൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ, ആ വീട്ടിൽ എന്ത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്? പരിശുദ്ധാത്മാവിന്റെ ശക്തി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹിക്കണം. പരിശുദ്ധാത്മാവിന് വേണ്ടി നിരന്തരം ആഗ്രഹിക്കണം. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്ന മറ്റൊരാളുടെ കുഴപ്പം കൊണ്ടാണ് ഇവിടെ വഴക്കുണ്ടാകുന്നതാണ്, നമ്മൾ വിശുദ്ധരാണെന്നാണ്. അങ്ങനെയല്ല. എവിടെ ഒരു മനുഷ്യർ തമ്മിൽ ഒരു അസ്വസ്ഥത ഉണ്ടായോ
അവിടെ എന്തിൻ്റെ കുറവുണ്ട്? പറയൂ, എന്തിൻ്റെ കുറവുണ്ട്? പരിശുദ്ധാത്മാവിന് യാതൊരു സംശയമില്ല. അതിനി അച്ഛന്മാർ താമസിക്കുന്നിടത്ത് സംഭവിച്ചാലും, സിസ്റ്റേഴ്സ് താമസിക്കുന്നിടത്ത് സംഭവിച്ചാലും, മാർപ്പാപ്പ താമസിക്കുന്നിടത്ത് സംഭവിച്ചാലും, നമ്മുടെ വീടുകളിൽ സംഭവിച്ചാലും, മനുഷ്യർ തമ്മിൽ വഴക്കുണ്ടായാൽ, കാരണം ഒന്നും നമ്മൾ അറിയേണ്ട കാര്യമില്ല. എന്ത് കാരണത്തിൻ്റെ പേരായാലും ഒരു വഴക്കുണ്ടായാൽ, ഒരു തർക്കമുണ്ടായാൽ, കൃത്യം പുതിയ നിയമം നമ്മളത് പഠിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം അവിടെ ആര് കുറഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ ആര് അവിടെ ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. പരിശുദ്ധാത്മ. ഓക്കെ, നിങ്ങൾ ഉൽപ്പത്തി 39 ഒരടയാളം വെച്ചിട്ട് യൂദായുടെ ലേഖനത്തിലേക്ക് വരണം. വെളിപാട് പുസ്തകത്തിന് തൊട്ട് മുമ്പിലുള്ള ലേഖനമാണ്, ഒറ്റ പേജ് പുസ്തകമാണ് യൂദായുടെ പുസ്തകം. യൂദായുടെ പുസ്തകം 19-ാമത്തെ അധ്യായം 17 മുതലുള്ള വചനങ്ങൾ ഒന്ന് വായിക്കാമോ? യൂദായുടെ പുസ്തകം, വെളിപാടിന് തൊട്ട് മുൻപിലുള്ള പുസ്തകമാണ് യൂദായുടെ പുസ്തകം. വായിച്ചേ, യൂദായുടെ പുസ്തകം 1-ാമത്തെ ഒറ്റ അധ്യായമുള്ളൂ, അതിൻ്റെ 17 മുതലുള്ള വചനങ്ങൾ വായിച്ചേ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഉച്ചത്തിൽ വായിച്ചോ. നിങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അപ്പസ്തോലന്മാരാൽ മുൻകൂട്ടി പറയപ്പെട്ട വചനങ്ങൾ ഓർക്കുവിൻ എന്ന് പറഞ്ഞാൽ പറയുകയാണ്, അപ്പസ്തോലന്മാരിലൂടെ, പിതാക്കന്മാരിലൂടെ ഉൽപ്പത്തി മുതൽ പറഞ്ഞ ദൈവത്തിന്റെ വചനങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യുവിൻ? ഓർക്കുവിൻ. കാരണം നമുക്ക് മുൻപേ ഒരാൾ പോയിട്ടുണ്ട്. അയാളുടെ പേരെന്താണ്? ജോസഫ്, അല്ലേ? അവൻ ചെയ്യുന്നതൊക്കെ എന്താക്കി മാറ്റി? മംഗളകരമാക്കി. അവൻ താമസിക്കുന്നിടത്തെല്ലാം അനുഗ്രഹം ഉണ്ടായി. കാരണം എന്താണ്? വായിച്ചേ 18. അവർ നിങ്ങളോട് പറഞ്ഞ വചനങ്ങൾ ഓർക്കുവിൻ. അവർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറഞ്ഞത്? തങ്ങളുടെ ദുഷ്ടമായ അധമ വികാരങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന പരദൂഷകർ അവസാന നാളുകളിൽ വരും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ആ വചനം ഒന്ന് ശ്രദ്ധിച്ചു വായിച്ചേ. അതിനകത്തൊരു വ്യക്തി കിടപ്പുണ്ട്. ആ വ്യക്തി ആരാണെന്ന് നിങ്ങൾ പറയണം. 18-ാമത്തെ വചനം ഒരിക്കൽ കൂടി വായിച്ചേ. അവർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, താഴോട്ട് വായിച്ചോ, തങ്ങളുടെ ദുഷ്ടമായ ഉറക്കെ വായിക്കൂ, അധമ വികാരങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന പരദൂഷകർ എപ്പോൾ വരും? അവസാന നാളിൽ വരും, അല്ലെ? ആ അവസാന നാളുകളിൽ വരും. അപ്പോ അത് ആരെ സൂചിപ്പിക്കുന്നതാണ്? പരദൂഷകർ ആരെ സൂചിപ്പിക്കുന്നു? ആരെ സൂചിപ്പിക്കുന്നു? അന്തിക്രിസ്തുവിനെ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലാവുന്നു? അപ്പോൾ പരദൂഷകരും അന്തിക്രിസ്തുവുമായിട്ടൊരു ബന്ധമുണ്ട്. നിങ്ങൾ ആരുടെയെങ്കിലും പരദൂഷണം പറഞ്ഞാൽ അതിനർത്ഥം യു ആർ ദ ഏജന്റ് ഓഫ് ആന്റിക്രൈസ്റ്റ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ആരുടെ, അല്ലെ? ക്രിസ്തുവിനെതിരാണ് നിങ്ങൾ ഒരാളുടെ പരദൂഷണം പറഞ്ഞാൽ, അല്ലെ, അതിനർത്ഥം അത് ആരുടെ പണിയാണ്? പരദൂഷകർ ആരുടെ പ്രതിനിധിയാണ്? ആരുടെ സൈന്യത്തിലുള്ള ആളുകളാണ്? അന്തിക്രിസ്തുവിന്റെ, അല്ലെ? ഈശോ ശക്തമായിട്ട് ശപിക്കുന്ന ഒരു കൂട്ടരാണ് അന്തിക്രിസ്തു, അല്ലെ? അതാ ക്രിസ്തു അവിടെ, ഇതാ ക്രിസ്തു ഇവിടെ എന്ന് പറഞ്ഞ് പല ആളുകൾ വരും. അവർ നിങ്ങളെ വിശ്വാസത്തിൽ നിന്ന് പോലും വ്യതിചലിപ്പിക്കും. നമ്മുടെ വിശ്വാസം തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു മാരക പാപത്തിന്റെ പേരാണ് പരദൂഷണം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് അത് പറയരുത്. മനസ്സിലാവണോ? മറ്റുള്ളവരെ പറ്റി ഒന്നും പറയാൻ, ഒരു തിന്മ പോലും പറയാൻ നമുക്ക് അവകാശമില്ല, അല്ലെ? കർത്താവിന്റെ മലയിലെ പ്രസംഗത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. മത്തായി 5-6 അധ്യായങ്ങളിൽ പഠിപ്പിക്കുകയാണ്. എന്താണ് പഠിപ്പിക്കുന്നത്? സഹോദരനെ വിഡ്ഢി എന്ന് വിളിച്ചാൽ പോലും നീ നരകത്തിയുടെ മുമ്പിൽ പോയി നിൽക്കേണ്ടതായി വരും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, അല്ലെ? സഹോദരനെ ഭോഷ എന്ന് വിളിക്കുന്നവൻ ന്യായാസനത്തിനു മുൻപിൽ നിൽക്കേണ്ടതായി വരും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അത്രയും വളരെ ഇതാണ് ക്രിസ്ത്യൻ മൊറാലിറ്റി. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കൃപ വരാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം പള്ളിയിൽ പോവാത്തതല്ല. ജീവിതത്തിൽ നിരന്തരം തടസ്സങ്ങളും വഴക്കുകളും ഉണ്ടാകുന്നതിന്റെ കാരണം പള്ളിയിൽ പോകാത്തതോ, മാസവരി കൊടുക്കാത്തതോ, മെഴുകുതിരി എത്തിക്കാത്തതോ, സന്ധ്യാപ്രാർത്ഥന നടത്താത്തതോ ഒന്നുമല്ല. എന്താ കാര്യം? എന്താണ്? വിശുദ്ധിയുടെ ഒരു വാതിൽ അടഞ്ഞു കിടക്കുകയാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. എന്താണ് ആ വാതിൽ? എന്താണ്? അല്ലെ ഏത് മേഖലയാണ് സുഖപ്പെടേണ്ടത്? ചില ആളുകൾ അങ്ങനെയാണ്, പരദൂഷണം. അവർക്ക് ആരെങ്കിലും പറ്റി 2 കാര്യം ഒരു ദിവസം പറഞ്ഞില്ലെങ്കിൽ ഒരു വല്ലാത്ത അസ്വസ്ഥതയാണ്. നിങ്ങളെ തന്നെ നശിപ്പിക്കുന്ന ഒരു ക്യാൻസറിന്റെ പേരാണ് പരദൂഷണം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലാവുന്നു? ഇത് 4th സ്റ്റേജിലേ അറിയത്തുള്ളൂ. ഇനിഷ്യൽ സ്റ്റേജിലായിരുന്നെങ്കിൽ എന്തെങ്കിലും ചെയ്ത് കത്തിച്ചു കളയാമായിരുന്നു. പക്ഷേ അവസാനം ഇത് എല്ലാ അവയവങ്ങളിലേക്കും ബാധിക്കും. പിന്നെ മരണേ ഉള്ളൂ വഴി. എന്ന് പറഞ്ഞാൽ ആത്മീയ ജീവിതം നശിക്കും. പിന്നൊരു തിരിച്ചുവരവ് സാധ്യമല്ല. നമ്മുടെ ജീവിതത്തെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്ന, ജീവിതത്തിന്റെ കൃപകൾ പലതും കളയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പരദൂഷണം, അല്ലെങ്കിൽ അതിന്റെ മറ്റൊരു വാക്കാണ് പരാതി പറച്ചിൽ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് ഒന്നിനെ പറ്റിയും പരാതി പറയാതിരിക്കാൻ ശ്രദ്ധിച്ചോണം. മനസ്സിലാവുന്നുണ്ടോ? അല്ലെ, ഇന്ന് മഴ പെയ്തു, ഇത് നശിച്ച മഴ, ഉടനെ പറഞ്ഞുകൊണ്ടിരിക്കരുത്. മനസ്സിലാവണം? അത് ദൈവത്തിന്റെ ഒരു പദ്ധതിയുടെ ഭാഗമാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് മഴ പെട്ടെന്നങ്ങ് മാറിയല്ലോ, വെയിൽ വന്നല്ലോ, എന്തൊരു മഴയാണ്. നിസ്സാരപ്പെട്ട കാര്യങ്ങളാണ്.
അതൊരു ദൈവത്തിൻ്റെ പദ്ധതിയാണ്, അല്ലേ? അത് നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുമെന്ന്. അങ്ങനെ ജീവിക്കണമെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പുതിയ നിയമം വായിക്കുമ്പോൾ അതുകൊണ്ടാണ് ചില വഴികൾ തുറക്കാത്തത്. ചില ആളുകൾ ഒന്നിലും തൃപ്തി കണ്ടാത്ത ആളുകളാണ്. അവർക്ക് എവിടെ പോയാലും പ്രശ്നമാണ്. അമേരിക്ക ചെന്നാൽ പറയും ഇത് അമേരിക്ക ആണല്ലോ എന്ന് പറയും. ആഫ്രിക്ക പോയാൽ പറയും ആഫ്രിക്ക ആണല്ലോ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഒരു സാഹചര്യത്തോടും പൊരുത്തപ്പെടാതിരിക്കുന്ന ആളുകളുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അതും വിശുദ്ധിയും തമ്മിൽ ഒരു ബന്ധമുണ്ട്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലാവുന്നുണ്ടോ? അതും വിശുദ്ധിയും തമ്മിൽ ഒരു ബന്ധമുണ്ട്. അതാണ് ബൈബിൾ പഠി. ഞാൻ പറഞ്ഞതല്ല, ഇത് ബൈബിൾ പറയുകയാണ്. അപ്പം അതുകൊണ്ട് പരദൂഷണം നമ്മൾ ഒഴിവാക്കേണ്ട ഒരു പാപമാണ്. വായിച്ചേ, ഒരിക്കൽ കൂടി വായിച്ചേ യൂദാസിന്റെ ലേഖനം 18-ാമത്തെ വചനം. അവർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, തങ്ങളുടെ ദുഷ്ടമായ അധമ വികാരങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന പരദൂഷകർ അവസാന നാളുകളിൽ വരും എന്ന് പറഞ്ഞാൽ, അത് പറഞ്ഞാൽ നിന്റെ അവസാനമായെന്നാണ് എൻ്റെ അർത്ഥം. നീ പരദൂഷണം പറയാൻ തുടങ്ങിയോ, നിന്റെ ജീവിതത്തിന്റെ കൃപ അവസാനിച്ചു തുടങ്ങി. അതാണ് എൻ്റെ അർത്ഥം, സിമ്പിളായിട്ട് പറഞ്ഞാൽ. ഓക്കെ, ഇനി അടുത്ത വചനം വളരെ ശ്രദ്ധയോടെ വായിക്കണം, കാണാൻ പിടിച്ചോണം. 19-ാമത്തെ വചനം വായിച്ചേ. പരിശുദ്ധാത്മാവില്ലാത്തവരും കേവലം ലൗകികരുമായവരാണ് എന്തുണ്ടാക്കുന്നത്? കാരണം പറഞ്ഞിട്ടില്ല. എവിടെ വഴക്കുണ്ടായോ അതിൻ്റെ അർത്ഥം എന്താണ് പറഞ്ഞേ? പരിശുദ്ധാത്മാവില്ലാത്തവരും. അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, അച്ഛന്മാരിരിക്കുന്ന ഒരു സ്ഥലത്ത് അടി ഉണ്ടായാൽ അതിൻ്റെ അർത്ഥം അവിടെ ആര് ഇല്ലെന്നാണ് എൻ്റെ അർത്ഥം. ബിഷപ്സ് ഇരിക്കുന്ന സ്ഥലത്ത് ഒരു അടി ഉണ്ടായാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവിടെ വത്തിക്കാനിൽ ഒരു അടി നടന്നാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവിടെ ആരില്ലെന്നാണ് എൻ്റെ അർത്ഥം. പരിശുദ്ധാത്മാവില്ലെന്നാണ് എൻ്റെ അർത്ഥം. അല്ലാതെ വേറൊരർത്ഥവും ബൈബിൾ പറയുന്നില്ല. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ അത് വളരെ വ്യക്തതയോടെ മനസ്സിലാക്കിക്കോണം. അപ്പം അതുകൊണ്ട് ഒരു സ്ഥലത്ത് അസ്വസ്ഥതയുണ്ടെങ്കിൽ അവിടെ നമ്മൾ ആരോടാണ് പ്രാർത്ഥിക്കേണ്ടത്? പരിശുദ്ധാത്മാവിനോട്. പരിശുദ്ധാത്മാവാണ് ഐക്യത്തിൻ്റെ ആത്മാവ്. മനസ്സിലാവുണ്ടോ? പരിശുദ്ധാത്മാവാണ് വിശുദ്ധിയുടെ ആത്മാവ്. പരിശുദ്ധാത്മാവാണ് പരിശുദ്ധിയുടെ ആത്മാവ്. അപ്പോൾ ഒരു സ്ഥലത്ത് നിനക്ക് പച്ച പിടിക്കണമെങ്കിൽ ആര് നിന്നെ സഹായിച്ചേ പറ്റൂ? പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവാണ് വേരുറപ്പിക്കുന്നത്. പരിശുദ്ധാത്മാവാണ് പൂർത്തിയാക്കുന്നത്. അല്ലേ? നമ്മൾ വിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, അല്ലേ? ലോകം മുഴുവൻ സൃഷ്ടിച്ച പിതാവായ ദൈവം നമ്മോടുകൂടെ, അല്ലെ? തൻ്റെ പീഡാനുഭവത്താൽ ലോകത്തെ വീണ്ടെടുത്ത് രക്ഷിച്ച പുത്രനായ ദൈവം നമ്മോടുകൂടെ, അല്ലെ? അടുത്തത് എന്താണ്? ഉണ്ടായതും ഉണ്ടാകാനിരിക്കുന്നതും സകലതിനെയും പൂർത്തിയാക്കി തികയ്ക്കുന്ന ജീവനുള്ള പരിശുദ്ധ റൂഹ നമ്മോടുകൂടെ. അപ്പൊ എല്ലാത്തിനെയും പൂർത്തീകരിക്കുന്നത് ആരാണ്? പരിശുദ്ധാത്മാവാണ്. ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു കാര്യം നിനക്ക് അനുഗ്രഹമായി മാറണമെങ്കിൽ അത് പൂർത്തിയാക്കാൻ നിന്നെ സഹായിക്കുന്നത് ആരാണ്? പരിശുദ്ധാത്മാവാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ 19-ാമത്തെ വചനം ഒരിക്കൽ കൂടി ഒന്ന് വായിച്ച് മനസ്സിൽ ഉറപ്പിച്ചോണം. വഴക്കുണ്ടാക്കുന്നവരും വഴക്കിനോട് കൂടി നിൽക്കുന്നവരും വഴക്കിനെ തിരികേറ്റുന്നവരും എല്ലാവരും ഓർത്തോണം. വായിച്ചേ 19. പരിശുദ്ധാത്മാവില്ലാത്തവരും കേവലം ലൗകികരുമായവരാണ് എന്തുണ്ടാക്കുന്നത്? ഭിന്നിപ്പുണ്ടാക്കുന്നത്. അല്ലെ? എവിടെ ഭിന്നിപ്പുണ്ടാക്കിയോ അതിൻ്റെ അർത്ഥം ഒറ്റ കാര്യമുള്ളൂ, അവിടെ ആര് വർക്ക് ചെയ്യുന്നില്ല? പരിശുദ്ധാത്മ. അല്ലെങ്കിൽ ആ വ്യക്തിയിൽ ആര് പ്രവർത്തിക്കുന്നില്ല? പരിശുദ്ധാത്മാവ് ഉറങ്ങിക്കിടക്കുകയാണ്. പരിശുദ്ധാത്മാവുണ്ട്. പരിശുദ്ധാത്മാവ് എന്താണ്? ഒരു ഡോർമൻ സ്റ്റേജിലാണ്. അത് ആക്റ്റീവായിട്ടില്ല, അല്ലേ? ആക്റ്റീവായിട്ടില്ല. അതിന് പ്രശ്നം, ഇവിടെ പ്രശ്നം, അവർ കൊള്ളില്ല, ഇവർ കൊള്ളില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ നല്ലത്, വേറെ അവർ മോശം, അവരെനിക്കെതിരെ ചെയ്തറിയാമോ, ഇവർ ചെയ്തറിയാമോ. അങ്ങനെ പറഞ്ഞ് തുടങ്ങുമ്പോൾ തന്നെ ഓർത്തോണം, നിന്റെ ഉള്ളിൽ നിന്ന് ആര് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്? കാരണം ഇതും സഹിച്ച് പരിശുദ്ധാത്മാവ് നിൽക്കില്ല. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ട്? കാരണം ഈ തലതെറിച്ച വർത്തമാനവും കേട്ടുകൊണ്ട് ആരും നിൽക്കില്ല ഒരിക്കലും. ബാക്കിയുള്ള എത്രയോ ആളുകൾ പരിശുദ്ധാത്മാവിനോട് ദാഹിച്ച് അവർ ആത്മീയ കാര്യങ്ങളിൽ ശക്തിപ്പെട്ട് നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അവിടെ പ്രവർത്തിക്കും. മനസ്സിലുണ്ട്? ഈ വഴക്കുണ്ടാക്കി നാവിൻ്റെ അശുദ്ധി അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ഒരു സൈഡിൽ കൂടി ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. കരുണക്കൊന്തയൊക്കെ മണിക്കൂറുകളാണ് ചെല്ലുന്നത്. 8 മണിക്കൂർ അടുപ്പിച്ച് കരുണക്കൊന്ത, 10 മിനിറ്റ് ഇറങ്ങി കഴിഞ്ഞിട്ട് വേറെ കാര്യങ്ങൾ. മനസ്സിലാവുന്നത്? 8 മണിക്കൂർ കൊണ്ട് പറഞ്ഞത് 5000 ലിറ്ററിൻ്റെ ഒരു ടാങ്ക്. ആ ടാങ്ക് നിറയാനായിട്ട് എത്ര സമയം എടുക്കും? ഏകദേശം മിനിമം ഒരു അരമണിക്കൂർ എടുക്കുമെന്ന് വിചാരിക്കുക. 5000 ലിറ്ററാണ്. പക്ഷെ അതിൽ വെള്ളം കളയണമെങ്കിലോ അടിഭാഗത്ത് കോടാലി കൊണ്ടൊരു വെട്ട് കൊടുത്താൽ മതി. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ട്? ഇത് നിറയാൻ അരമണിക്കൂർ എടുത്തിട്ടുണ്ട്. 5000 വാട്ട്സ് കറണ്ടും ആയിട്ടുണ്ട്. മനസ്സിലുണ്ടോ? കറണ്ട് ചാർജ് 5500 രൂപ 2 ടാങ്ക് നിറയാൻ. പക്ഷെ ആ വെള്ളം കളയാനോ? മനസ്സിലാവുന്നുണ്ടോ? അതിൻ്റെ അടിയിൽ ഒരു ദാരം ഇട്ട് കൊടുത്താൽ വരുന്നതിനേക്കാൾ സ്പീഡിൽ പുറത്തേക്ക് പോകും. അതുകൊണ്ട് പുറത്തേക്ക് പോകാനാണ് എളുപ്പം, അകത്തേക്ക് കയറാൻ പ്രയാസമാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഒഴുകിപ്പോകാൻ വളരെ എളുപ്പമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മുടെ നാവ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ.
ഓക്കെ, ഇനി ഉൽപ്പത്തി പുസ്തകം 39-ാമത്തെ അധ്യായം, അതാണ് നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത്. ജോസഫിന്റെ ജീവിതം അല്ലേ. നമ്മൾ ആദ്യം പറഞ്ഞ വചനം എന്താണ്? 1 കൊരിന്തോസ് 6 വിശുദ്ധർ. ഒരാളെങ്കിലും ഉണർന്നിരിക്കുന്നതാണ് ഞാൻ വിചാരിച്ചത്. വിശുദ്ധർ ആരാ പറഞ്ഞു? വിശുദ്ധർ ലോകത്തെ വിധിക്കുമെന്ന് നിങ്ങൾക്ക് അറിവില്ലേ? നിങ്ങളുടെ വീടിനെ നിർണയിക്കുന്നത് നിങ്ങളുടെ വീട്ടിലുള്ള വിശുദ്ധ. നിങ്ങളുടെ വീട് നാളെ എങ്ങനെ പോകണമെന്ന് തീരുമാനിക്കുന്നത് ആരാണ്? കാനഡയിൽ ജോലി ചെയ്യുന്ന മകനല്ല, ഒരു ജോലിയും ചെയ്യുന്നില്ലെങ്കിലും വിശുദ്ധിയോടെ ജീവിക്കുന്ന നിങ്ങളുടെ മകനോ മകളോ ആണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങളുടെ തലമുറയെ നിയന്ത്രിക്കുന്ന അങ്ങനെയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഈ സഭ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് തീരുമാനിക്കുന്നത് ഓടി നടന്ന് കെട്ടിടം പണിയുന്ന അച്ഛന്മാരല്ല, മറിച്ച് പരിശുദ്ധ കുർബാനയ്ക്ക് മുമ്പിൽ വിശുദ്ധിയോടെ ഇരിക്കുന്ന ആളുകളാണ് ഈ സഭ നാളെ എങ്ങനെ പോകണമെന്ന് തീരുമാനിക്കുന്നത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ ഈ ഒരു ധ്യാനം നടക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒരു ധ്യാനം നടക്കുമ്പോൾ ആ ധ്യാനം ഏതൊരു അഭിഷേകത്തിലേക്ക് പോകണമെന്ന് തീരുമാനിക്കുന്നത് ചെയ്യുന്നതും ഇവിടെ പ്രസംഗിക്കുന്ന അച്ഛനല്ല. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഒരിക്കലുമല്ല. ഇവിടെ പ്രസംഗിക്കുന്ന ഡാനിയേൽ അച്ഛനോ ഞാനോ മറ്റച്ഛന്മാരോ അല്ല, മറിച്ച് ഇതിന് പിന്നിൽ പരിശുദ്ധ കുർബാനയ്ക്ക് മുമ്പിൽ പ്രാർത്ഥിക്കുന്ന ആളുകളാണ് ഈ ധ്യാനം എങ്ങനെ പോകണമെന്ന് തീരുമാനിക്കുന്നത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ട്? ചില ധ്യാനങ്ങൾ നടക്കുമ്പോൾ നമ്മൾ ആകെ വെപ്രാളപ്പെടും അല്ലേ. നല്ല ആളുകളൊക്കെയാണ്, വലിയ ആഗ്രഹത്തോടൊക്കെ വന്നിരിക്കുന്ന ആളുകളാണ്, ഉറക്കെ മറുപടി പറയുന്നവരും പാട്ട് പാടുന്നവരും ഡാൻസ് കളിക്കുന്നവരൊക്കെയാണ്, ഭയങ്കര ആക്റ്റീവാണ്. പക്ഷേ കയറുന്ന 5-ാമത്തെ മിനിറ്റ് നമുക്കറിയാം ഇത് ഭയങ്കര തലവേദനയാണ്. കാരണം എന്താണെന്നറിയാമോ? ഒരു വചനം നമ്മൾ പറഞ്ഞാൽ അങ്ങോട്ട് പോകുന്നതിനേക്കാൾ സ്പീഡിൽ അത് തിരിച്ചു വന്ന് നമ്മുടെ തന്നെ ചങ്കി കയറും. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ എന്ത് ചെയ്യുമെന്നറിയാമോ? കുറെ മധ്യസ്ഥ പ്രാർത്ഥനക്കാരെ പോയി വടക്കുറയും. അതാണ് ഏറ്റവും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നിട്ട് അവരെ ഉപവസിപ്പിക്കും, അവരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കും, അവരെ മുട്ടിന്മേൽ നിൽക്കും, ഡബിളാക്കും പ്രാർത്ഥന. അപ്പോഴത്തേക്ക് ഇവിടെ അത് കയറും. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയ. ഞങ്ങൾ മാർത്താണ്ഡത്തിനടുത്ത് ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു ധ്യാനം നടത്തുകയാണ്. എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസാണ്. അപ്പോൾ അവർക്ക് ധ്യാനമൊന്നും വലിയ കാര്യമില്ലെന്ന് അറിയാമല്ലോ. അപ്പോൾ അവിടുത്തെ അച്ഛൻ ഒരു സാത്വികനായ മനുഷ്യനായതുകൊണ്ട് കോളേജിൽ എന്നും പ്രശ്നങ്ങളാണ്. അച്ഛന് ഒരു സ്വസ്ഥതയില്ല. എല്ലാ ദിവസവും പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് തല്ല്, പിള്ളേർ അടി, അങ്ങനെ ഭയങ്കര പ്രശ്നം. അങ്ങനെ പ്രശ്നം നടക്കുന്ന സമയത്ത് നമ്മൾ ധ്യാനത്തിന് വിളിച്ചു. ഒരു 10 വർഷങ്ങൾക്കെങ്കിലും മുമ്പാണ്. അങ്ങനെ അവിടെ ധ്യാനം, നമ്മളിങ്ങനെ വലിയ ടീമൊന്നും ആയിട്ടൊന്നുമില്ല, അങ്ങനെ 2-3 പേരൊക്കെ പോയി ധ്യാനിപ്പിക്കുന്നു. അങ്ങനെ ആ കോളേജിൽ ധ്യാനം നടക്കുകയാണ്. അപ്പോൾ അവിടെ കുറച്ച് ജീസസ് യൂത്തിൽ ഒരു 10-15 പിള്ളേരുണ്ട്. ബാക്കിയെല്ലാം ഒരു 100-800 പിള്ളേർ സ്റ്റുഡൻസാണ്. അപ്പോൾ അവർ ഈ നിർബന്ധിച്ച് കൊണ്ടുവന്നിരിക്കുകയാണ് അല്ലേ. ഡ്യൂട്ടി ലീവൊക്കെ കൊടുത്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. കയറിയില്ലെങ്കിൽ ഹാജർ കൊടുക്കും. അങ്ങനെയാണ് ഇവന്മാരെ കൊണ്ടിരുത്തിയിരിക്കുന്നത്. അപ്പോൾ അവർ ഒന്ന് പറഞ്ഞ് 2-ാമത്തെ മിനിറ്റിൽ അല്ല, എഞ്ചിനീയറിംഗ് പഠിക്കുന്ന പിള്ളേരാണ്, അവർ ഡിസ്റ്റർബ്ഡ് ആവും അല്ലേ. ഒരു കുറച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് കുറേയൊക്കെ ശാന്തമായി. എന്നാലും ചില ആളുകൾ ഭയങ്കര ബുദ്ധിമുട്ടും. അപ്പോൾ അങ്ങനെ ഒരു 1-2-ാമത്തെ ദിവസമൊക്കെ ആയപ്പോഴത്തേക്കൊക്കെ കുർബാനയൊക്കെ ചൊല്ലി അങ്ങനെയൊക്കെ ഒരു റെഡിയായി. അപ്പം അന്ന് രാത്രിയിൽ അവിടുത്തെ ജീസസ് യൂത്തിൻ്റെ പിള്ളേർ വന്നിട്ട് അവിടുത്തെ ഓഫീസിൽ ഈ ധ്യാനത്തെ പറ്റിയൊക്കെ ഇങ്ങനെ വിലയിരുത്തുകയാണ്. അത് പിറ്റേന്ന് കുമ്പസാരമാണ്. അപ്പോൾ അതിൻ്റെ ക്രമീകരണങ്ങൾ, എവിടെയാണ് കുമ്പസാരം നടക്കുന്നത്, എപ്പം നടക്കണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുകയാണ്. നാളത്തെ കാര്യത്തെപ്പറ്റി വോളണ്ടിയേഴ്സ് ചർച്ച ചെയ്യുമ്പോൾ ആ 15 പിള്ളേരും വന്നിങ്ങനെ നിലത്തിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അവർ ഡാനിയേൽ അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഇവിടെ 1-2 ആളുകളുണ്ട്, ഒരു ഭയങ്കര തിന്മയിൽ ജീവിക്കുന്ന ആളുകളാണ്. അവരാണ് ശരിക്കും ഈ കോളേജിലെ മറ്റ് കുട്ടികളെ കൂടി എന്ത് ചെയ്യുന്നത്, ഒരു തെറ്റിലേക്ക് പ്രേരിപ്പിക്കുന്നത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അത് മാനേജ്മെൻറ്റിനറിയാം, കൂടെ പഠിക്കുന്ന ആളുകൾക്കറിയാം. പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ചില പൊളിറ്റിക്സും മറ്റു കാര്യങ്ങളുള്ളത് കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവർ 2 പേര് മാത്രമല്ല, അവരിവിടെ ഇങ്ങനെ ധ്യാനമൊക്കെ നടത്തുന്നു വിചാരിച്ച് യൂണിവേഴ്സിറ്റിക്കൊക്കെ പരാതി കൊടുക്കാൻ വേണ്ടിയൊക്കെ ഇരിക്കുകയാണ് എന്ന് കേൾക്കുന്നു. അതിനുള്ള ഒപ്പുശേഖരണമൊക്കെ ക്യാമ്പസിൽ നടക്കുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഒരു വല്ലാത്തൊരു അസ്വസ്ഥത ഇങ്ങനെ നടക്കുന്ന ഒരു സമയത്ത് അപ്പോൾ ഡാനിയേൽ അച്ഛൻ പറഞ്ഞു, നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട അല്ലേ, നാളത്തെ കുമ്പസാരം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ചെയ്യാൻ പറ്റത്തില്ല, ഇത് കോളേജാണ്, ഇത് സെമിനാരി അല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഭയങ്കര പ്രചരണങ്ങൾ. 2 പേരാണ് അല്ലേ. അവരെ ഒരു രീതിയിലും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അവരോട് സ്നേഹത്തോടെ പറഞ്ഞു നോക്കി, ദേഷ്യത്തോടെ പറഞ്ഞു നോക്കി, എന്നിട്ടൊന്നും ഒരു രക്ഷ. ഈ 2 പേരാണ് ഇതിനകത്ത് ഈ കോളേജിൻ്റെ മുഴുവൻ അല്ലേ. നിങ്ങൾക്കറിയാലോ, 5000 ലിറ്റർ വെള്ളത്തെയും വിഷമാക്കി മാറ്റാൻ ഒരു തുള്ളി സൾഫ്യൂരിക് ആസിഡ് ഒഴിച്ചാൽ മതി. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലാവുണ്ടോ? ഇനി ഇത് പറഞ്ഞുകൊണ്ട് നാട്ടുകാരെ കൊല്ലാൻ വേണ്ടി സൾഫ്യൂരിക് ആസിഡ് അന്വേഷിച്ച് ചെല്ലരുത്. അന്വേഷിച്ച് ചെന്നാൽ തന്നെ നിങ്ങളെ പോലീസ് പിടിക്കും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അവിടെ അന്വേഷിച്ച് പോയേക്കരുത്. അപ്പോൾ ഞാൻ പറഞ്ഞത് അല്ലെ, ഒരു തുള്ളി മതി വിഷം അല്ലേ. നല്ല 5000 ലിറ്ററിനെ വിഷമാക്കി മാറ്റാൻ
ഒരു സിംഗിൾ ഡ്രോപ്പ് മതി എന്ന് പറഞ്ഞതുപോലെ ഒരു അശുദ്ധി മതി ഒരാളുടെ ജീവിതം മുഴുവൻ നശിപ്പിക്കാൻ. 99% പ്യൂരിറ്റി ഉണ്ട്, പക്ഷെ 1% ഇങ്ങനെ നിൽക്കുകയാണ്. അതും നമ്മൾ തിരികെ വരണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം അങ്ങനെ ആ 1% തട്ടി നിൽക്കുകയാണ് ഈ കോളേജിൻ്റെ അവസ്ഥ. അങ്ങനെയാണ്. 99% ഓക്കെയാണ്, പക്ഷേ 1% ഇനി ഒന്ന് തിരിച്ചു വരാനുണ്ട്. അവരോട് ഒരു രീതിയിലും പറ്റുന്നില്ല. അപ്പോൾ മാനേജർ അച്ഛൻ പറഞ്ഞു ഞാൻ തന്നെ അവരെ ഒന്ന് വിളിച്ച് സംസാരിക്കാന്ന് പറഞ്ഞിട്ട് അവർ ഭയങ്കരമായിട്ട് അച്ഛൻ്റെ ക്യാബിനിൽ കയറി ഷൗട്ട് ചെയ്തിട്ട് ഇറങ്ങിപ്പോയിട്ട് പറഞ്ഞു ഇതിന് അച്ഛൻ കണക്ക് പറയേണ്ട വരും, ഇതിന് മറുപടി പറയിപ്പിക്കും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പോയി. ചെറുന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പം അന്ന് രാത്രിയിൽ ഈ ജീസസ് യൂത്തിലെ ഈ 15-20 പിള്ളേർ, അത്രയും പിള്ളേർ എന്ത് ചെയ്യുന്നറിയാമോ, അവർ ഈ കോളേജിൻ്റെ ടെറസിലേക്ക് പോയിട്ട് എല്ലാവരും കൂടെ ആത്മഹത്യക്ക് വേണ്ടി പോയതല്ല. അവർ ഒരു ചാക്ക് കെട്ടിനകത്ത് കുപ്പിച്ചില്ലുമായിട്ട് മേളിലേക്ക് പോയി. കുപ്പി ഒരുപാട് അവിടെ ഉപയോഗിക്കപ്പെടുന്ന സ്ഥലമായതുകൊണ്ട് കുപ്പിച്ചില്ലിന് പ്രശ്നം ഉണ്ടായില്ല. അങ്ങനെ കുപ്പിയും കുപ്പിച്ചില്ലൊക്കെ ആയിട്ട് ഇവർ ഈ ടെറസിൻ്റെ മണ്ടയിലേക്ക് ഒരു വലിയൊരു തടിക്കുരിശും എടുത്ത് ടെറസിൻ്റെ മണ്ടയിലേക്ക് പോയിട്ട് ആ കുരിശ് അവിടെ ഭിത്തിയിൽ ചാരി വെച്ചിട്ട് ഈ കുപ്പിച്ചില്ല് മുഴുവൻ എന്ത് ചെയ്തു, ഈ ചാക്കിനകത്ത് പൊട്ടിച്ചിട്ടിട്ട് ഇട്ടിരിക്കുന്ന പാൻസ് അതിങ്ങനെ മുട്ടുവരെ തെറുത്ത് കയറ്റിയിട്ട് ആ കുപ്പിച്ചില്ലിനകത്തേക്ക് മുട്ടുകുത്തി ഒരു രാത്രി മുഴുവൻ നിന്ന് അവർ കരുണക്കൊന്ത ചൊല്ലി. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലാവുന്നുണ്ടോ? കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഭ്രാന്താണെന്ന് തോന്നും. ഈ തിരുവനന്തപുരം സിറ്റിയിൽ മാർ ഇവാനിയോസ് ക്യാമ്പസിൽ താമസിക്കുന്ന അച്ഛനാണ് ഞാൻ. എനിക്കറിയാം നമ്മുടെ ക്യാമ്പസിൽ ഇങ്ങനെ ചെയ്യുന്ന വളരെ ന്യൂനപക്ഷം ഒരു ചെറിയ ഗ്രൂപ്പ് പിള്ളേരുണ്ട്. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയാ. അല്ലേ, 10-35 പിള്ളേർ പഠിക്കുന്ന ഒരു കലാലയമാണ് ആ ക്യാമ്പസ്. ആ ക്യാമ്പസിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുന്ന തുലവും കുറച്ച് ന്യൂനപക്ഷം ബാലിന് മുമ്പിൽ മുട്ടുകുത്താത്ത 7000 പേരെ ഞാൻ അവശേഷിപ്പിച്ചിട്ടുണ്ടെന്നുള്ളത് ദൈവത്തിൻ്റെ വചനമാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. ആ 7000 പേരിലാണ് ഈ ലോകത്തിൻ്റെ ഭാവി നിർണ്ണയിക്കപ്പെടുന്ന. 15 പേര് അന്ന് രാത്രിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചപ്പോൾ എന്ത് സംഭവിച്ചു എന്നറിയാമോ? പിറ്റേന്ന് 11 മണി മുതൽ ആരംഭിക്കുന്ന കൺഫഷൻ്റെ ലൈനിൽ ഏറ്റവും ഒടുവിലായിട്ട് 2 പേര് ഇങ്ങനെ മുഖം കുനിച്ച് നിൽക്കുകയാണ്. അതാരാണ്? ഈ കോളേജിൽ മുഴുവൻ പ്രശ്നം ഉണ്ടാക്കിയ 2 പേര്. അവർ ക്യാബിനിൽ ചെന്ന് അച്ഛനോട് മാപ്പ് പറഞ്ഞു, എല്ലാ ടീച്ചേഴ്സിനോടും മാപ്പ് പറഞ്ഞു. അന്ന് രാത്രിയിൽ അവർക്ക് ഉറങ്ങാൻ പറ്റിയില്ല, അവർക്ക് മദ്യപിക്കാൻ പറ്റിയില്ല, അവർക്ക് ലഹരി ഉപയോഗിക്കാൻ പറ്റിയില്ല. അങ്ങനെ 2 ചെറുപ്പക്കാർ ആരും കൗൺസിലിംഗ് ചെയ്തിട്ടില്ല, ആരും തലയെ കൈവച്ച് പ്രാർത്ഥിച്ചിട്ടില്ല, ഒരു ധ്യാന കേന്ദ്രത്തിലും പോയിട്ടില്ല, ഒരു ധ്യാന ഗുരുവും ആശീർവദിച്ചിട്ടില്ല. മധ്യസ്ഥ പ്രാർത്ഥന മുകളിൽ നടന്നു. മുട്ടിന്മേൽ നിന്ന് 15 കുഞ്ഞുങ്ങൾ അവരുടെ രക്തം ഒഴുക്കി ഈ കുപ്പിച്ചില്ലിന്മേൽ കയറി നിന്നിട്ട് ഈ ക്യാമ്പസിനെ വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ അത് ഒരു വിശുദ്ധീകരിക്കപ്പെട്ട സ്ഥലമായിട്ട് മാറി. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. അന്ന് അവിടെ ഡയറക്ടറായിരുന്ന അച്ഛൻ കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ അച്ഛനെ കാണാനിടയായി. അതിൽ അച്ഛൻ പെട്ടെന്ന് ഈ സംഭവം ഓർത്തിട്ട് എന്നോട് പറഞ്ഞു, അച്ഛൻ അന്ന് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഞാനും ഉണ്ടായിരുന്നു, ഞാനന്ന് ബ്രദറാണ്, ഞാൻ ഡാനിയേൽ അച്ഛനോട് അന്ന് ധ്യാനത്തിന് പോയി ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ ഈ സംഭവം എനിക്കറിയാം. ഈ അച്ഛൻ പറഞ്ഞു, അച്ഛാ അന്നു മുതൽ ഇന്ന് വരെ, അച്ഛനിപ്പോൾ ഓസ്ട്രേലിയയിലാണ്, അച്ഛൻ പറയണം അന്ന് മുതൽ ഇന്ന് വരെ ഈ ക്യാമ്പസ് വിശുദ്ധീകരിക്കപ്പെട്ടൊരിടമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയാ. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയാ. ദൈവത്തിൻ്റെ വചനം ഒരു വ്യക്തിയെ ശക്തിപ്പെടുത്തും. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയാ. ഞാനൊരു ക്യാമ്പസ് ശുശ്രൂഷ ചെയ്യുന്ന അച്ഛനാണ്. ഞാൻ ഒരു വചനത്തിൻ്റെ പവർ വളരെ ശക്തമാണ് അല്ലേ. നമ്മുടെയൊക്കെ സ്ഥാപനങ്ങളിലൂടെയൊക്കെ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുന്ന ഇടങ്ങളിലൂടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? കർത്താവിനെ പരമാവധി ആളുകൾക്ക് കൊടുക്കണം. അപ്പോൾ അവിടെ ഈ കോളേജിൽ പിള്ളേർ മൊബൈൽ കൊണ്ടുവരാം, പക്ഷെ അവർക്ക് ക്ലാസ് റൂമിൽ കൊണ്ടുപോകാൻ അനുവാദമില്ല. അത് മൊബൈൽ ഇങ്ങനെ വാങ്ങിച്ചു വെക്കുന്നൊരു സ്ഥലമുണ്ട്, അവിടെ കൊണ്ടുപോയി മൊബൈൽ കൊടുക്കണം. അപ്പോൾ ഒരു ടോക്കൺ കൊടുക്കും, ആ ടോക്കണും കൊണ്ട് അവർക്ക് പോകാൻ നേരത്ത് ടോക്കൺ കൊടുക്കുന്നു, മൊബൈൽ തിരിച്ചു വാങ്ങിക്കുന്നു. മൊബൈൽ കയ്യിൽ വെച്ചാൽ 2000 രൂപ ഫൈനുണ്ട്. അപ്പോൾ അതുകൊണ്ട് മൊബൈൽ അവർ കൊടുത്തിട്ട് പോകും. പക്ഷേ എല്ലാ ദിവസവും പരാതിയാണ്. എന്താണ് പരാതി? ഇത് മൊബൈൽ പൊട്ടിപ്പോയി അല്ലേ. പിള്ളേർ കള്ളം പറയുന്നതെന്ന് അറിയാൻ പാടില്ല. വലിയ മൊബൈലാണ്, 1.5 ലക്ഷം രൂപയുടെ 2 ലക്ഷം രൂപയുടെ ഒക്കെ ഫോണുമായിട്ടാണ് പിള്ളേർ വരുന്നത്. അപ്പോൾ അതിൻ്റെ സ്ക്രീൻ കാർഡ് പൊട്ടി, അത് ഡാമേജായി, അതിൻ്റെ സൈഡ് കണ്ട് വളഞ്ഞിരിക്കുന്ന കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് എല്ലാ ദിവസവും പരാതിയാണ്. അപ്പോൾ ഇതിനൊരു പരിഹാരം എന്താ? അപ്പോൾ അവരെന്നോട് പറഞ്ഞു, വെച്ചാൽ ക്യാമറ നോക്കാം. 900 മൊബൈലുണ്ട്, എങ്ങനെ നമ്മൾ ക്യാമറ നോക്കും? ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ അവിടെ നിന്ന ഒരു പയ്യനുണ്ട്, ഞാൻ അവനെ പിടിച്ച് എല്ലാ ദിവസവും വഴക്ക് പറച്ചിലാണ് എൻ്റെ ജോലി. ഞാൻ പറഞ്ഞു നീ സത്യം. അവൻ പറഞ്ഞു എൻ്റെ പൊന്നച്ച ഞാൻ ഒന്നും ചെയ്യാറില്ല, എനിക്ക് എൻ്റെ ഫോൺ പോലും നോക്കാൻ സമയമില്ല. 900 ഫോൺ ഞാൻ വാങ്ങിച്ചു വെക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ വളരെ ശ്രദ്ധിച്ചാണ് അത് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ ഒരാളെയും കൂടെ അവിടെ ഡ്യൂട്ടി കിട്ടും, ഒരാളും കൂടെ നിന്ന് ചെയ്യട്ടെ, അപ്പോൾ കുറച്ചുകൂടെ എളുപ്പമുണ്ടല്ലോ. ഒരു രക്ഷയില്ല, പ്രശ്നങ്ങൾ കൂടി വരികയാണ്. എല്ലാ ദിവസവും 10 സ്ക്രീൻ കാർഡ് വെച്ച് ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്ക്രീൻ കാർഡിൻ്റെ ഒരു ഇത് കോളേജിൽ തുടങ്ങിയാന്ന് പോലും ആലോചിച്ചു. അപ്പോൾ അങ്ങനെ ഭയങ്കര പ്രശ്നം. അപ്പോൾ എനിക്ക് മനസ്സിലായി അല്ലേ, ചെറിയ കാര്യമാണ്. പെട്ടെന്ന് എൻ്റെ തലയിലേക്ക് വന്നു, ഇത് വേറൊന്നും കൊണ്ടും പരിഹരിക്കും, ഇത് കർത്താവ് ഇടപെട്ടേ പറ്റും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ.
അപ്പോൾ മൊബൈൽ കൗണ്ടറിൻ്റെ മുമ്പിൽ അതൊന്നൊക്കെ എന്ന് വെച്ചാൽ ഗ്ലാസ്സൊക്കെ ഇട്ടിട്ട് ഞാൻ ഇവിടെ ഒരു വചനം എഴുതി വെച്ചു. വചനം ഇതാണ്: ദ ട്രൂത്ത് വിൽ സെറ്റ് യു ഫ്രീ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. എന്താ വചനം? എന്താണ്? സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ഒരൊറ്റ വചനം. അത് വലിയ ഡിസ്പ്ലേ ആയിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കോളേജിലേക്ക് വരുമ്പോൾ തന്നെ ഇപ്പോൾ കാണുന്നതാണ് ദ ട്രൂത്ത് വിൽ. ലോ കോളേജാണ്, അപ്പോൾ അതുകൊണ്ട് അത് കുറച്ച് നല്ല വചനമാണ് എനിക്ക് തോന്നി. ദ ട്രൂത്ത് വിൽ സെറ്റ് യു ഫ്രീ എന്ന് പറഞ്ഞാൽ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. അൾത്താരയിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോടൊരു സാക്ഷ്യം പറയാണ്, പിന്നെ ഇന്ന് വരെ അതങ്ങനൊരു ബന്ധപ്പെട്ടൊരു വിഷയം കോളേജിലുണ്ടായിട്ടില്ല. ചേർന്ന് പറഞ്ഞ ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊക്കെ മാനുഷികമായ നോ, നെവർ. നമ്മളൊരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ പോലും ഒരു ദൈവത്തിൻ്റെ സഹായം ചോദിച്ചാൽ ആ വെള്ളം നമ്മുടെ രക്തത്തിൻ്റെ ഭാഗമായിട്ട് മാറും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അത് ഛർദ്ദിച്ച് കളയേണ്ട ഗതികേട് ഉണ്ടാവില്ല. അതാണ് നമ്മളെല്ലാ കാര്യത്തിലും വരും. കേട്ടാൽ നമുക്ക് ചിലപ്പോൾ തോന്നി ഇതൊക്കെ തമാശയാണെന്ന് തോന്നുന്നു, വേറെ ഇതൊന്നും പറയാനില്ലേന്ന് തോന്നുന്നു. എന്ന് ഞാൻ അനുഭവിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു. ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മൾ എന്ത് ചെയ്യണം? ദൈവസഹായം യാചിച്ച് മുന്നോട്ട് പോകണം. മനസ്സിലാവുന്നുണ്ട്? ഇവിടെ കഴിഞ്ഞ വർഷത്തെ യൂത്ത് ധ്യാനം തുടങ്ങിയ സമയത്ത്, ഇപ്പോൾ നമുക്കിപ്പോൾ ചൊവ്വാഴ്ച മുതൽ യൂത്ത് ധ്യാനമുണ്ട്. തുടങ്ങിയ സമയത്ത് ഡാനിയേൽ അച്ഛൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞൊരു വചനം സുഭാഷിതം 23:18 വചനം ഇതാണ്, കേട്ടാ മതി: തീർച്ചയായും നിനക്കൊരു ഭാവിയുണ്ട്, നിന്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം വരികയില്ല. ഇതാണ് യൂത്തിനോട് പറയുകയാണ്, അല്ലേ? അച്ഛൻ ആദ്യത്തെ ക്ലാസ്സിൽ പറയുകയാണ്, അല്ലേ? ഞാനും ഒന്നാണ് ആ വചനം കൂടുതൽ ശ്രദ്ധിച്ചത് അച്ഛൻ പറഞ്ഞപ്പോൾ, അല്ലേ? വായിച്ചിട്ടുണ്ട്, പക്ഷെ നമ്മൾ അധികം അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല, അല്ലേ? അന്ന് കിട്ടിയ വചനമാണ്. എന്താണ്? തീർച്ചയായും നിനക്കൊരു, കഴിഞ്ഞ വർഷത്തെ യൂത്ത് റോട്ടറി തുടങ്ങി എങ്ങനെയാണ്? തീർച്ചയായും നിനക്കൊരു ഭാവിയുണ്ട്, നിന്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം വരികയില്ല. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. ഈ വചനം ഞാൻ ഒരു ഡിസൈനൊക്കെ ചെയ്ത് എഴുതി എൻ്റെ ക്യാബിനിൽ വെച്ചു. അപ്പോൾ നിരന്തരം പിള്ളേരാണ്, നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പോഴത്തെ പിള്ളേർ പോകുന്ന ഒരു മെൻ്റൽ സ്ട്രെസ് എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പാടില്ലാത്ത സ്ട്രെസ്സാണ് കുട്ടികൾക്ക്. മനസ്സിലാവുന്നുണ്ടോ? ആത്മഹത്യാ ചിന്തകൾ, ജീവിക്കണ്ട എന്ന തോന്നൽ. കാരണം ഒരുപാട് പഠിക്കാനുണ്ട്, 100 വിഷയങ്ങൾ പഠിക്കാനുണ്ട്, എല്ലാ ദിവസവും പരീക്ഷ, ഇവർക്ക് അനങ്ങാൻ സമയമില്ല. അതുപോലെ സ്ട്രെസ്സാണ്. പിന്നെ വീട്ടിൽ നിന്നുള്ള സ്ട്രെസ്സും, വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നു, അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുഞ്ഞുങ്ങൾ ക്ലാസ്സിലിടുന്ന ഭയങ്കര അശ്രദ്ധമാണ്, അധ്യാപകർ പറഞ്ഞാൽ കേൾക്കുന്നില്ല. അങ്ങനെയൊക്കെയുള്ള ചില ആളുകളെ ടീച്ചേഴ്സ് പറഞ്ഞ് എൻ്റെ മുറിയിലേക്ക് വിടും. അപ്പോൾ അച്ഛൻ വെറുതെ ഇരിക്കുകയാണല്ലോ, എനിക്ക് പ്രത്യേകിച്ച് വലിയ ജോലി ഇല്ലാത്തതുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വിടും. അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ളവരെയൊക്കെ പ്രാർത്ഥിക്കുക, ഇതൊക്കെയാണ് എൻ്റെ ഒരു ജോലി. ചേർന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ. അപ്പോൾ ഞാൻ ഈ വചനം, അപ്പോൾ എനിക്ക് ഈ വചനം ഒരു ദിവസം തോന്നി ഇതൊന്ന് എഴുതി വെച്ചാലോ എന്ന് തോന്നിയിട്ട് ഞാൻ കയറി വരുന്ന ഭാഗത്ത് ഈ വചനം എഴുതി വെച്ചു, അല്ലേ? അപ്പോൾ എഴുതി വെച്ചതിൻ്റെ മഹത്വം പറയാൻ വേണ്ടിയിട്ടല്ല, വചനത്തിൻ്റെ ഒരു ശക്തി, നമ്മൾ എന്ത് ചെയ്യുന്നോ അതിൻ്റെ ഒരു പവർ അതിന് ചുറ്റുമുണ്ട്. ചേർന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ. അല്ല, ഞാൻ ഇവിടെ നിന്നാണ് സ്പ്രേ അടിച്ചാൽ എന്ത് ചെയ്യും? മണം നിങ്ങൾക്ക് അവിടെ കിട്ടും. സ്പ്രേ അടിച്ചത് എവിടെയാണ്? ഇവിടെയാണ്. മനസ്സിലാവണം? അന്തരീക്ഷവുമായിട്ട് ഇതിനൊരു ബന്ധമുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ എഴുതി വെച്ചു. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കത്തില്ല. ഈ കയറി വരുമ്പോഴേ വചനം കാണുമ്പോൾ എന്നോട് ഒത്തിരി ഒരു മിനിമം ഒരു 10 സംഭവങ്ങളിലെങ്കിലും പിള്ളേർ പറഞ്ഞിട്ടുണ്ട്, വെച്ചാൽ ഒത്തിരി പറയണമെന്ന് വിചാരിച്ചാണ് വന്നത്, പക്ഷേ ഇതെന്താ എഴുതി വെച്ചിരിക്കുന്നത്? അപ്പോൾ ബൈബിൾ അറിയാത്ത ആളുകളുണ്ടല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് ബൈബിളിലൊരു വചനമാണ്, അല്ലേ? ഈ വചനം ഞങ്ങൾക്ക് വായിക്കാമോ? ഞാൻ പറഞ്ഞു, വായിക്കുമോ, എന്നല്ലേ വെച്ചിരിക്കുന്നത്, വായിക്കോ. മലയാളത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്, അല്ലേ? തീർച്ചയായും നിനക്കൊരു ഭാവിയുണ്ട്, നിന്റെ പ്രതീക്ഷയ്ക്ക് മങ്ങലേൽക്കുകയില്ല. ഞാൻ എഴുതി വെച്ചിരിക്കുകയാണ്. ഇത് കാണുമ്പോൾ ഈ വരുന്ന പിള്ളേരാരാ? ഇനി ജീവിതം രക്ഷപ്പെടില്ല എന്ന് ചിന്തിക്കുന്ന ആളുകളാണ്. ഒരു പ്രണയം തകർന്നതുകൊണ്ട്, അല്ലേ? ഒരു പെൺകുട്ടി ഇട്ടിട്ട് പോയതുകൊണ്ട് ഇനി ജീവിതമില്ല എന്ന് ചിന്തിക്കുന്ന ചെറുപ്പക്കാരൻ കയറി വരുമ്പോൾ അവൻ കാണുകയാണ്, തീർച്ചയായും നിനക്കൊരു ഭാവിയുണ്ട്. ഇറ്റ് ഈസ് എ സെർട്ടൻ. മനസ്സിലാവണം? ഇറ്റ് ഈസ് എ സെർട്ടനിറ്റി ഈസ് ദെയർ. നമ്മൾ വാക്കുകൊണ്ട് പറയും, നമ്മൾ തോളെ തട്ടിയിട്ട് മോനെ നിനക്കൊരു ഭാവി ഉണ്ടോ, നീ പേടിക്കണ്ട, നിനക്ക് ഇനി അടുത്ത ആളെ പ്രേമിക്കടാ എന്ന് പറയുന്ന പോലെ അല്ലത്. ഒരു തകർന്നിരിക്കുന്ന ആത്മഹത്യയുടെ മുമ്പിൽ നിൽക്കുന്ന ആത്മഹത്യാ കുറിപ്പും എഴുതി കോളേജിലേക്ക് വന്നിട്ട് ഇവിടുത്തെ 4ാമത്തെ നിലയിൽ കയറിപ്പോയി ചാടുന്ന എങ്ങനെയാണെന്ന് ചിന്തിച്ചു വരുന്ന ഒരാള് ഈ വചനം കാണുമ്പോൾ എന്ത് ചെയ്യാണ്? അവരുടെ ഹൃദയം വിശുദ്ധീകരിക്കപ്പെടുകയാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ പ്രിയമുള്ളവരെ? അപ്പോൾ ആ വചനം കേൾക്കുമ്പോൾ തന്നെ, അത് കാണുമ്പോൾ തന്നെ അവർ പറയുകയാണ്, അയ്യോ ഇത് വലിയ അല്ലേ. 10 പേരെങ്കിലും എന്നോട് പിള്ളേർ വന്ന് പറഞ്ഞിട്ടുണ്ട്, അച്ഛാ ഇനി അച്ഛനോടൊന്നും സംസാരിച്ചുള്ള കൃപ കളയണ്ട, ഞങ്ങളിത് കണ്ടു, അല്ല ഇത് കണ്ടതോടുകൂടി ഞങ്ങൾക്ക് ഒന്നുമില്ല. എന്തുകൊണ്ട്? ഒന്നുമില്ല, ഒരു വചനം കണ്ടു, അത് വായിച്ചു, ഇറങ്ങിപ്പോയി. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അതാണ് വചനം നമ്മളെ നല്ലതുപോലെ കൗൺസിൽ ചെയ്യും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ ഈ കൗൺസിലേഴ്സിൻ്റെ പിന്നാലെ ഒരു അപ്പോയിൻമെൻറ്റ് തരുമോ എന്ന് ചോദിച്ചാൽ അടക്കേണ്ട ഒരു കാര്യമില്ല. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ദൈവവചനം വായിക്കുമ്പോൾ വചനത്തിലൂടെ എന്ത് ചെയ്യും? കർത്താവ് നമ്മളോട് സംസാരിക്കും. ഉദാഹരണം, യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ സമരിയാക്കാരി സ്ത്രീയെ കർത്താവ് കൗൺസിൽ ചെയ്യുന്നത് അങ്ങനെയാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ.
ലോകത്തിൻ്റെ വഴികളിലൂടെ നടന്ന ഒരു പെൺകുട്ടിയെ ആത്മീയ കാര്യങ്ങൾ, ആരാധനയുടെ കാര്യങ്ങൾ പറഞ്ഞ് കർത്താവ് എന്ത് ചെയ്തു? ഒടുവിൽ അവളെ ഒരു മിഷണറിയാക്കി മാറ്റി. അവൾ കുടം അവിടെ വെച്ച് അടുത്തുള്ള ഗ്രാമത്തിലേക്ക് ഞാൻ യേശുവിനെ കണ്ടു എന്ന് പ്രഘോഷിച്ചു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. അല്ലെ, അവൾ എന്തു വെച്ചു എന്നാണ് പറയുന്നത്? കർത്താവിൻ്റെ പാദത്തിൽ എന്തു വെച്ചു? കുടം അവിടെ വെച്ചു. അല്ലേ, സഭാപ്രസംഗന്റെ പുസ്തകം അനുസരിച്ച് കുടം സൂചിപ്പിക്കുന്നത് ഹൃദയമാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലാവുണ്ടോ? കുടം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൃദയമാണ്, ഹൃദയത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഹൃദയം അവൾ എന്ത് ചെയ്തു? കർത്താവിൻ്റെ പാദത്തിൽ വെച്ചു എന്ന് പറഞ്ഞാൽ ഇനിയുള്ള ജീവിതം ആർക്ക് വേണ്ടിയിട്ടാണ്? ഫോർ യു എന്ന് പറഞ്ഞാൽ ആർക്ക് വേണ്ടിയിട്ടാണ്? കഴിഞ്ഞ ദിവസം ഒരു പടം കണ്ട്, കർത്താവ് ഇങ്ങനെ മുൾമുടി അണിഞ്ഞ് നിൽക്കുന്ന പടമാണ്. മുൾമുടി അണിഞ്ഞ് നിൽക്കുന്ന പടം കണ്ടിട്ടില്ലേ? ഇങ്ങനെ കർത്താവ് ആകാശത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അതിൻ്റെ അടിയിൽ ഡാനിയേലച്ചാണ് എനിക്ക് ആ പടം തന്നത്. അതിൻ്റെ അടിയിൽ എഴുതിയിരിക്കുകയാണ്, എന്നെ വല്ലാതെ ആകർഷിച്ചു. ഫോർ യു എന്ന് പറഞ്ഞാൽ ആർക്കാണ്? നിനക്കായി. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലുണ്ട്? ഈ മുള്ള് തറഞ്ഞു കയറിയത് പിതാവേ അങ്ങേക്ക് വേണ്ടിയാണ്. മനസ്സിലുണ്ട്? ഈ രക്തം ഇങ്ങനെ നെറ്റിത്തടത്തിലൂടെ ഒഴുകി ഇറങ്ങുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? ഫോർ യു, കർത്താവേ അങ്ങേക്ക്, പിതാവേ അങ്ങേക്ക് വേണ്ടി. അതുകൊണ്ട് ക്യാൻസർ വരുമ്പോൾ ആ റിസൾട്ട് എടുത്ത് കയ്യിലേക്ക് ആകാശത്തേക്ക് നോക്കിയിട്ട് പറയണം, കർത്താവേ ഫോർ യു, നിനക്കായി. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. അതാണ് വിശുദ്ധി. എല്ലാം ദൈവത്തിന് വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളതിൻ്റെ പേരാണ് വിശുദ്ധി. അപ്പൊ ജോസഫ് എന്ത് ചെയ്തു? നിങ്ങൾ എടുത്തോ, ഒന്ന് എഴുന്നേറ്റെ. വിശുദ്ധിക്ക് വേണ്ടി ഒന്ന് ആഗ്രഹിക്കാം. മനസ്സിലാവുന്നുണ്ട്? ഈ സമയത്ത് വലിയൊരു ശക്തി നമ്മുടെ ഹൃദയത്തിലേക്ക് ഒഴുകാൻ. എല്ലാവരും കണ്ണുകൾ അടയ്ക്കണം. അശ്രദ്ധമായിട്ട് ആരും നിൽക്കരുത്. ഒരു വഴി കർത്താവ് നിങ്ങൾക്ക് മുമ്പിൽ തുറക്കുകയാണ്. അടഞ്ഞു കിടക്കുന്ന ഒരു വഴി ഒരുപക്ഷെ നിങ്ങളുടെയോ നിങ്ങളുടെ തലമുറകളിലോ കർത്താവ് ഇപ്പോൾ തുറക്കുകയാണ്. കരങ്ങൾ ഉയർത്തി ശക്തിയോടൊന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ശക്തിയോടെ സ്തുതിക്കട്ടെ. ആരെയും ശ്രദ്ധിക്കരുത്. വിശുദ്ധി കൂടാതെ ദൈവത്തെ സ്തുതിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. സ്തോത്രഗീതം പാപിക്ക് ഇണങ്ങുന്നില്ല എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനം. സ്തോത്രഗീതം പാപിക്ക് ഇണങ്ങുന്നില്ല. വിശുദ്ധി കൂടാതെ ദൈവത്തെ നമുക്ക് സ്തുതിക്കാൻ സാധിക്കുകയില്ല. സ്തുതിക്കട്ടെ. ഹൃദയം തുറന്ന് സ്തുതിക്കട്ടെ. ഒരു 10 പേര് കേൾക്കുന്ന സ്വരത്തിൽ ശക്തിയോടെ സ്തുതിക്കട്ടെ. അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ ചിലത് കർത്താവ് തുറക്കുകയാണ്. അടഞ്ഞു കിടക്കുന്ന വാതിലുകളെ കർത്താവ് തുറക്കുകയാണ്. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. സ്തുതിക്കട്ടെ. ആത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാവ് ഹൃദയങ്ങളിൽ നിറയട്ടെ. ആത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. യേശുവേ നന്ദി പറയുന്നു. സ്തുതിക്കുന്നു കർത്താവേ, സ്തുതിക്കുന്നു. ആത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ജ്ഞാനം നിറയട്ടെ. ദൈവികമായ ശക്തി നിറയട്ടെ. ജീവിതത്തിന്റെ സഹനങ്ങളെ ഏറ്റെടുക്കുവാനുള്ള ഒരു ആത്മീയ കൃപകൾ നിറയട്ടെ. എല്ലാം ദൈവം നൽകിയതാണ്. സഹനങ്ങൾ ദൈവം നൽകിയതാണ്. സന്തോഷങ്ങൾ ദൈവം നൽകിയതാണ്. എല്ലാത്തിൻ്റെയും ഉടയവൻ ദൈവമാണ്. പൗലോസ് നട്ടു, അപ്പോളോസ് നനച്ചു. വളർത്തിയതും വളർത്തുന്നതും ദൈവമാണ്. നടുന്നവനോ നനയ്ക്കുന്നവനോ അല്ല, വളർത്തുന്നവനായ ദൈവം. നമ്മുടെ ജീവിതത്തെ നട്ടു പരിപാലിക്കുന്ന കർത്താവ് ശക്തിയോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. യേശുവേ ആരാധന. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ശ്രീ ആരാധന. സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പം എന്താണ് നമ്മൾ ആഗ്രഹിക്കുന്നത്? വിശുദ്ധിയാണ്. ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ പറഞ്ഞ വചനം എന്തായിരുന്നു? അടിസ്ഥാന വചനം ഇതാണ്: വിശുദ്ധർ ലോകത്തെ വിധിക്കും. മനസ്സിലാവണം? നിങ്ങളുടെ വീടിൻ്റെ തലമുറകളുടെ, നിങ്ങളായിരിക്കുന്ന സമൂഹത്തിൻ്റെ ഭാഗധേയം നിർണയിക്കുന്നത് ഓടി നടന്ന് ജോലി ചെയ്യുന്നവരല്ല, മറിച്ച് വിശുദ്ധിയോടെ ജീവിക്കുന്നവരിലാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലാവണം? അത് എപ്പോഴും ഓർത്തോണം. എല്ലാം ഭയങ്കര കരിസ്മാറ്റിക് ആയിട്ട് അങ്ങോട്ട് ഓടുന്നു, ഇങ്ങോട്ട് ചാടുന്നു, അവിടുന്ന് അപ്പുറത്തോട്ട് ചാടുന്നു, അവിടുന്ന് 2 മതിൽ ഇപ്പുറത്തോട്ട് ചാടുന്നു. അങ്ങനെയുള്ളവരല്ല. നമ്മുടെ കുടുംബത്തിൻ്റെ ഭാഗധേയം നിർണയിക്കുന്നത് ഏറ്റവും കൂടുതൽ നമ്മുടെ വിദ്യാഭ്യാസം നേടിയ ആളുകളല്ല, വലിയ ഡിഗ്രികൾ സ്വന്തമാക്കിയവരല്ല, വലിയ സമ്പന്നരല്ല, മറിച്ച്
വിശുദ്ധിയോടെ ജീവിക്കുന്നവരാണ്. ദൈവസന്നിധിയിൽ എല്ലാ കാര്യങ്ങളെയും വിശുദ്ധിയിൽ കാണുന്ന ആളുകളുടെ കൈകളിലേക്ക് മാത്രമേ കർത്താവ് അടുത്ത തലമുറയുടെ താക്കോൽ കൈമാറുകയുള്ളൂ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ട് ഡാനിയേൽ അച്ഛൻ പറയുന്നൊരു കാര്യം ഇതാണ്, അങ്ങനെ ഒരുപാട് താക്കോലുകൾ കർത്താവിൻ്റെ മേശപ്പുറത്ത് വാങ്ങാൻ ആളില്ലാതെ കിടപ്പുണ്ട്. അനേകം ശുശ്രൂഷകൾ വാങ്ങാൻ ആളില്ലാതെ കിടക്കുകയാണ്. മനസ്സിലാവുന്നു? അനേകം ശുശ്രൂഷകൾ. നമ്മൾ വിചാരിക്കും നമ്മൾ എന്ത് ചെയ്യുമെന്ന്. എന്തെല്ലാം ശുശ്രൂഷകളുണ്ടെന്നറിയാം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. ഈ ടെക്നോ പാർക്കിൻ്റെ അടുത്ത്, തിരുവനന്തപുരത്ത് അല്ലേ, ടെക്നോ പാർക്കിൻ്റെ അടുത്ത് കുറച്ച് ചെറുപ്പക്കാർ അവർ ചെയ്യുന്നൊരു ശുശ്രൂഷ എന്നറിയാമോ? അവർ ഈ പഴയ കാർഡ്ബോർഡ് വെട്ടിയൊക്കെ വെട്ടിയെടുത്തിട്ട് ചാർട്ട് പേപ്പറൊക്കെ എടുത്തിട്ട് വചനം എഴുതി നൂലെ കെട്ടി വെയിറ്റിംഗ് ഷെഡുകളിൽ കൊണ്ടുപോയി തൂക്കിയിടും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. ദാറ്റ്സ് ദെയർ മിനിസ്ട്രി. അതൊരു ശുശ്രൂഷയാണ്. അങ്ങനെ ആ വചനം കണ്ട് കഴിഞ്ഞതിൻ്റെ അങ്ങനത്തെ ധ്യാനത്തിന് ഒരാൾ അങ്ങനെ വചനം കണ്ട് കർത്താവിലേക്ക് ആകർഷിക്കപ്പെട്ട് ഇവിടെ വന്ന് ധ്യാനം കൂടി. ഇവിടെ വന്ന് ധ്യാനം കൂടിയെന്ന കാര്യം പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞതല്ല, ഒരാകർഷണം കിട്ടിയുണ്ടോ? അതൊരുത്തൻ ചെയ്തുകൊണ്ടല്ലേ. രാവിലെ കാണുമ്പോൾ കാണുന്നവർ വലിച്ചു കുറച്ച് കളയും, അത് വേറെ കാര്യം. അതുവരെ നിൽക്കത്തില്ല ഇത്. അങ്ങനെ ഈ ഭാഗത്ത് ടെക്നോ പാർക്കിൻ്റെ ഭാഗത്ത് വെയിറ്റിംഗ് ഷെഡിൽ നൂലേ കെട്ടി വചനം എഴുതി ഇടുന്ന ഒരു ടീമുണ്ട്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. ഈ കടൽ തീരത്ത് പല രാത്രികളിൽ ഉറങ്ങാതെ മുട്ടിന്മേൽ നിന്ന് കടലോരങ്ങളിൽ പ്രാർത്ഥിക്കുന്ന, കടലോരങ്ങളിലാണ് ഏറ്റവും വലിയ തിന്മകൾ നടക്കുന്നത്, ആ തിന്മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ കടലോരങ്ങളിലുണ്ട്. മനസ്സിലാവും? നിങ്ങൾ രാത്രി സമയത്ത് വെട്ടുകാടോ കോവളത്തൊക്കെ പോയാൽ അവർ മാറി അല്ലേ, തിരക്കുകളിൽ നിന്ന് മാറി കുറേ 2-3 ചെറുപ്പക്കാരിങ്ങനെ ഒരുമിച്ച് കൈകോർത്ത് നിന്ന് ജപമാല ചെല്ലുന്നത് നമുക്ക് കാണാം. ലഹരിക്ക് അടിമപ്പെട്ട ആളുകൾ ബോധം കെട്ട് കിടക്കുന്ന കടൽ തീരങ്ങളിൽ ഒരു ഭാഗത്ത് യേശുവെന്നൊരു ലഹരി തലക്ക് പിടിച്ച് ചെറുപ്പക്കാർ കൈയുയർത്തി പ്രാർത്ഥിക്കുകയാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ട് ജോസഫുമാരിന്നും നമ്മുടെ സമൂഹത്തിൽ ഉണ്ട്. ജോസഫുമാരിന്നും ഉണ്ട്. അങ്ങനെയുള്ളത് കൊണ്ടാണ് ഇത് കീഴ്മേൽ മറിയാത്തത്. നമ്മളുള്ളത് കൊണ്ടല്ല. ഇത് കീഴ്മേൽ മറിയാത്തതിൻ്റെ കാരണം ഇതുകൊണ്ടാണ്. ഒരു പെരുമഴ പിറ്റേ ദിവസം തോരുന്നത് ഇങ്ങനെയുള്ള ആളുകളുള്ളത് കൊണ്ടാണ്. അവരാണ് ഈ ലോകത്തെ വിധിക്കുന്നത്. അപ്പോൾ വിശുദ്ധരാണ് എന്ത് ചെയ്യുന്നത്? ലോകത്തെ വിധിക്കുന്നത്. പറഞ്ഞേ, ആരാണ് ലോകത്തെ വിധിക്കുന്നത്? വിശുദ്ധരാണ് അല്ലേ. ഇപ്പം നമ്മൾ ജോസഫിനെ പറ്റിയാണ് കണ്ടുകൊണ്ടിരുന്നത്. അപ്പം അതിലേക്ക് നമുക്ക് ഒന്നുകൂടെ വന്നിട്ട് 1-2 കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഉൽപ്പത്തി പുസ്തകം 39-ാമത്തെ അധ്യായം 5 മുതലുള്ള വചനങ്ങൾ ഉറക്കെ വായിച്ചോ. ആ ഈജിപ്തുകാരൻ വീടിൻ്റെ മേൽനോട്ടവും തനിക്കുള്ള എല്ലാറ്റിൻ്റെയും ചുമതലയും ജോസഫിനെ ഏൽപ്പിച്ച നാൾ മുതൽ ജോസഫിനെ ഓർത്ത് കർത്താവ് അവൻ്റെ വീടിനെ, കൂട്ടത്തിൽ നിൽക്കുന്ന ആളുകൾ വിശുദ്ധരാടുന്നത് തമ്മിൽ അല്ലേ, നമ്മുടെ ജീവിതത്തിൻ്റെ വിജയവും തമ്മിൽ ഒരു ബന്ധമുണ്ട്. കൂട്ടത്തിൽ നിൽക്കുന്ന ആളുകളെ എപ്പോഴും ഓർത്തോണം. ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു എന്തിലേക്കായിക്കോട്ടെ, ഒരു ബിസിനസ്സിലേക്കോ എന്തിലേക്ക് ഇറങ്ങുമ്പോഴും നമ്മുടെ കൂടെ നിൽക്കുന്ന ആളിൻ്റെ വിശുദ്ധിയും നമ്മുടെ വളർച്ചയും തമ്മിലൊരു ബന്ധമുണ്ട്. മനസ്സിലാവുന്നുണ്ട്? ജോസഫിനെ പരമേൽപ്പിച്ച നാൾ മുതൽ എന്ത് ചെയ്തു? ജോസഫിനെ ഓർത്ത്. ജോസഫിൻ്റെ വീടിനെയാണോ കർത്താവ് അനുഗ്രഹിച്ചതല്ല, പോത്തിഫറിൻ്റെ വീടിനെ ദൈവം. പോത്തിഫർ ദൈവമൊന്നും പോലും കേട്ടിട്ടില്ല. അവൻ വിഗ്രഹത്തെ ഫറവോയെ ആരാധിക്കുന്ന ടീമാണ്. പക്ഷെ കൂട്ടത്തിൽ ദൈവത്തെ ആരാധിക്കുന്ന ഒരു വിശുദ്ധൻ വന്നപ്പോൾ അവനെ ഓർത്ത് എന്ത് ചെയ്തു? ദൈവം പോത്തിഫറിനെ അനുഗ്രഹിച്ചു. വിശുദ്ധിയുള്ള ഒരാള് ഒരു സ്ഥലത്ത് കാലുകുത്തിയാൽ ആ ദേശത്തെ അതുമൂലം കർത്താവ് അനുഗ്രഹിക്കും. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയാ. ആണ് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരാൾ ഒരു ദേശത്തുണ്ടെങ്കിൽ ആ വ്യക്തി വഴി കർത്താവ് എന്ത് ചെയ്യും അല്ലേ? 5 നീതിമാന്മാരെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ സോദോം ഗോമോറയിൽ തീ വീഴുമായിരുന്നില്ല. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലാണ്? 5 പേരില്ലാത്തത് കൊണ്ടാണ് ഇന്നും ആ ദേശത്ത് പുല്ല് പിടിച്ചിട്ടില്ല. ഇന്നും അത് അങ്ങനെ കിടക്കുകയാണെന്നാണ് കേൾക്കുന്നത്. സോദോം ഗോമോറയിൽ ഇന്നും പുല്ല് പിടിച്ചിട്ടില്ല. എത്ര വർഷമായി നിങ്ങൾ അതിൽ ചോദിക്കുക? 5000-ലധികം വർഷങ്ങൾ കഴിയും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് പ്രിയമുള്ളവരെ? നമ്മൾ ഒരാളിൽ നിന്ന് വിശുദ്ധി എന്ത് ചെയ്യും? അടുത്തൊരാളിലേക്ക് പകരപ്പെടും. വിശുദ്ധി പകരപ്പെടും. അമ്മയിൽ നിന്ന് വിശുദ്ധി ആരിലേക്ക് ഒഴുകും? പൊക്കിൾക്കൊടിയിലൂടെ, പ്ലാസന്റയിലൂടെ ഒഴുകുന്നത് രക്തം മാത്രമല്ല ഒഴുകുന്നത്, മറിച്ച് വിശുദ്ധി ഒഴുകപ്പെടും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. അല്ലെ, ഒരാളിൽ നിന്ന് അടുത്തൊരാളിലേക്ക് പരിശുദ്ധി ഒഴുകപ്പെടും. മനസ്സിലാവുന്നുണ്ടോ അല്ലേ? അത് എപ്പോഴും ശ്രദ്ധിച്ചോണം.
അപ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകളെയും കൂടി നമ്മൾ എന്ത് ചെയ്യണം? വിശുദ്ധരാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? കൂടെ നിൽക്കുന്ന ആൾ ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് വീട്ടിൽ ജോലിക്ക് ഇരിക്കുന്ന ആൾ കുർബാനയ്ക്ക് പൊക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ കണ്ണുരുട്ടി പേടിപ്പിക്കരുത്. അതിൻ്റെ അശുദ്ധി മുഴുവൻ നിന്റെ പുരപ്പുറത്ത് വന്ന് വീഴും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? കൂടെ നിൽക്കുന്ന ആളുകളെയും നമ്മൾ എന്ത് ചെയ്യണം? വിശുദ്ധീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അവരുടെ ആത്മീയ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ചോണം. നമ്മുടെ കൂടെയൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ അല്ലേ, കൃത്യമായിട്ട് കുമ്പസാരിക്കുന്നുണ്ടോ, കുർബാന സ്വീകരിക്കുന്നുണ്ടോ, അവർ പ്രാർത്ഥിക്കുന്നുണ്ടോ, കൃത്യമായിട്ട് പരിശോധിച്ചോണം. അല്ലെങ്കിൽ അതുമൂലം വലിയൊരു പണി വരും. അപ്പം അതുകൊണ്ട് ഇവിടെ ജോസഫിന്റെ പരിശുദ്ധിയെ ഓർത്ത് ദൈവത്തെ പോലും അറിയാത്ത പോത്തിഫറിനെ ആരനുഗ്രഹിച്ചു? ദൈവം അനുഗ്രഹിച്ചു. എൻ്റെ ഒരു ചിന്തയിൽ പോത്തിഫറിന് ഒരു കാരണവശാലും ഈ ദൈവത്തെ പരിചയം ഉണ്ടാകുമെന്ന് ഒരു നിർബന്ധവുമില്ല. കാരണം അത് വിഗ്രഹാരാധനയുടെ ഏറ്റവും വലിയ നാടാണ്. എവിടെ? ഈജിപ്റ്റ് അല്ലേ? ഈ 10 ബാധകളൊക്കെ നിങ്ങൾ കാണുന്നില്ല, ഈജിപ്തിലെ 10 ബാധകൾ. അത് ശരിക്കും പറഞ്ഞാൽ 10 ദൈവങ്ങളാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? ഈ പിന്നെ പാമ്പിനെ അല്ലല്ല എന്താണ് വടി പാമ്പായി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ശരിക്കും അത് പാമ്പെന്നുള്ളതല്ല, തിമിംഗലം എന്നുള്ളതാണ് പറയുന്നത്. തിമിംഗലം അവരുടെ ഒരു ദേവനായിരുന്നു. നൈൽ ഒരു ദേവതയായിരുന്നു. അതിലെ വെള്ളത്തെയാണ് എന്താക്കി മാറ്റിയത്? രക്തം എന്ന് പറഞ്ഞാൽ അതിനെ പോലും ചവിട്ടാൻ ശക്തിയുള്ളതാണ് ഇസ്രായേലിൻ്റെ ദൈവം എന്ന് കാണിക്കാനാണ് ആ 10 ബാധ കൊടുക്കുന്നത്. ഡാനിയൽ അച്ഛൻ്റെ BIY നിങ്ങൾ പുറപ്പാട് പുസ്തകം കേട്ടിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് അച്ഛൻ അതിനകത്ത് അത് പറയുന്നുണ്ട്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ട്? അവരുടെ ഇടയിലാണ് നീ പോയി പറയേണ്ടത്. എന്താണ്? മോശ ചോദിച്ചു, കർത്താവേ നീ ആരാണെന്നാണ് ഞാൻ പോയി പറയേണ്ടത്? കാരണം അവർക്ക് നിന്നെ അറിയത്തില്ലല്ലോ. അപ്പോൾ കർത്താവ് എന്താ പറഞ്ഞത്? ആർക്കും ഒരിക്കലും മനസ്സിലാക്കാത്ത ഒരു മറുപടിയാണ് പറഞ്ഞത്. എന്താണ്? ഞാൻ ആകുന്നവൻ ആകുന്നു എന്ന് പറഞ്ഞാൽ എനിക്കെന്തില്ല? എന്നിൽ മാറ്റമില്ല. നൈൽ നദിയിലെ വെള്ളം ഇന്നലെ വരെ വെള്ളമായിരുന്നു, ഇന്ന് അതെന്താണ്? രക്തമാണ്. അതുകൊണ്ട് അത് ആയിരിക്കുന്നതല്ല. മനസ്സിലാവുന്നുണ്ടോ? ഇന്നലെ വരെ മുതലയാണ് ആരാധിച്ചുകൊണ്ടിരുന്നത്, ഇന്ന് മുതലയില്ല, മുതല ഒരു വടിയായിട്ട് അവിടെ കിടക്കുകയാണ്. അപ്പോൾ നൈൽ അല്ലേ, ഈജിപ്തിലെ ഒരു ദൈവത്തിനും പറയാൻ പറ്റില്ല ഞാൻ ആയിരിക്കുന്നവൻ ആകുന്നു എന്ന്. ഞാൻ ഇന്നലെ മുതലയായിരുന്നു, ഇന്ന് ഞാൻ വടിയാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് കർത്താവ് മോശയോട് പറഞ്ഞത്, നീ പോയി പറയണം. എന്താണ്? ആയിരിക്കുന്നവൻ ആകുന്നു അല്ലേ. ഇന്നലെയും ഇന്നും നാളെയും മാറ്റമില്ലാത്തവൻ ആരാണ്? ദൈവമാണ്. ദൈവത്തിൽ മാറ്റമില്ല. ദൈവം വടിയായി മാറുകയോ ആ വടി പിന്നെ വേറെ അങ്ങനെ ആവില്ല. ദൈവം എന്നും സർവശക്തൻ, അത്യുന്നതൻ, സർവാധിപൻ. 2 മന്ത്രവാദി വന്ന് പറയുമ്പോൾ നമ്മുടെ ദൈവം വടിയായ അയ്യോ എന്നെ ഒന്ന് തിരിച്ചാക്കുമെന്ന് ചോദിച്ച് കെഞ്ചുന്നൊരു ദൈവമല്ല. സർവശക്തൻ, അത്യുന്നതൻ, സർവാധിപൻ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ അല്ലേ. അപ്പോൾ ജോസഫിനെ ഓർത്ത് എന്ത് ചെയ്തു? കർത്താവ് അനുഗ്രഹിച്ചു. അപ്പം നമ്മുടെ ചോദ്യം ഇതാണ്, നമ്മളെ ഓർത്ത് ദൈവം നമ്മളായിരിക്കുന്ന ഇടങ്ങളെ അനുഗ്രഹിക്കുന്നുണ്ടോ? അതാണ് പ്രധാനപ്പെട്ടൊരു ചോദ്യം. ഓരോരുത്തരും ചോദിച്ചോണം. അല്ല, എന്നെ ഓർത്ത് അല്ലെ, നമ്മൾ മറ്റുള്ളവരുള്ളത് കൊണ്ടാണല്ലോ ഇങ്ങനെ വലിയ അസ്വസ്ഥത എന്നാണല്ലോ നമ്മൾ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചോദ്യം ഇതാണ്, നിന്നെ ഓർത്ത്. ഞാനിപ്പോൾ 10 വർഷം അച്ഛനായിട്ട് ഞാൻ ചിന്തിക്കുകയാണ്, തിരുവനന്തപുരം അതിരൂപതയിൽ എന്നെ ഓർത്ത് എന്തെങ്കിലും അനുഗ്രഹം കർത്താവ് ഈ രൂപതയിൽ ചെയ്തിട്ടുണ്ടോ? ഞാനിപ്പോഴും പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നെ പഠിപ്പിച്ച അച്ഛന്മാരെയാണ്. അവരന്ന് നന്നായിട്ട് പഠിപ്പിക്കാത്തതുകൊണ്ടാണെന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നോ, അങ്ങനെയല്ല. കർത്താവ് പറഞ്ഞത് എന്താണ്? നിന്നെ ഓർത്താണ് കർത്താവ് എന്ത് ചെയ്യാൻ പോകുന്നത് അല്ലേ. അബ്രഹാമിനോട് പറഞ്ഞൊരു കാര്യം എന്താണ്? നീ കാലുകുത്തുന്ന ഇടം നിൻ്റെതായി മാറും. നിന്നെ ഞാനൊരു അനുഗ്രഹമാക്കി. നിന്റെ ഭാര്യ ഒന്നുമല്ല, നിന്നെ ഭാര്യ എങ്ങനെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മക്കൾ എങ്ങനെ ആയിക്കോട്ടെ, നീ എങ്ങനെയാണ്? നാട്ടുകാരെ കുറ്റം പറയുന്നതിന് മുമ്പിട്ട്, ബാക്കിയുള്ളവരെ കുറ്റം പറയുന്നതിന് മുമ്പിട്ട് നീ എങ്ങനെയാണ്? അതാണ് ചോദ്യം. അപ്പം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ, പൊതുജീവിതത്തിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിലൊക്കെ നമ്മൾ ഈ കാര്യങ്ങൾ ഇങ്ങനെ പഴിചാരി പോകാനായിട്ട് പാടില്ല. മനസ്സിലാവുന്നുണ്ടോ? പഴിചാരി പോകാനായിട്ട് പാടില്ല. അങ്ങനെ പോയാൽ എല്ലാം കൂടി ഒരു ദിവസം മറിഞ്ഞു വീഴും. അതിൻ്റെ കാര്യം എന്താണെന്ന് കണ്ടെത്തണം. ഒരു തകർച്ച ഒരു വീട്ടിൽ വന്നു, വീട്ടുകാരെല്ലാം കൂടെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച് അതിന് കാരണമുണ്ട്. അതിനൊരു കാരണമുണ്ട്. ആ കാരണത്തെ കണ്ടെത്തണം. ഒന്നുകിൽ അത് ദൈവഹിതമാവില്ല, അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന വഴികളിലൂടെ ആവില്ല പോകുന്നത്, അല്ലെങ്കിൽ ദൈവം പറഞ്ഞ ആളുകളോടൊപ്പം ആയിരിക്കില്ല ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നത്. കൃത്യമായിട്ട് ശ്രദ്ധിച്ചോണം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് നല്ലതുപോലെ പ്രാർത്ഥിച്ച് നമ്മൾ എല്ലാ കാര്യത്തിലും, ഇപ്പം നിങ്ങളൊരു ബിസിനസ് തുടങ്ങും, ആരുടെ കൂടെ ചെയ്യണം? അത് പ്രാർത്ഥിക്കണം.
ചുമ്മാ കണ്ണി കണ്ട ആളുകളുടെ അടുത്ത് പോയി ബിസിനസ് ചെയ്ത് അവസാനം അവർ പറ്റിച്ച് അവർ നമുക്കെതിരെ കേസും കൊടുത്ത് വലിയ ലക്ഷക്കണക്കിന് കടവായിട്ട് പിന്നെ ധ്യാനകേന്ദ്രത്തിൽ വന്നിട്ട് ഡാനിയേലച്ചനെ കാണണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയ. അല്ല, ദൈവത്തെ അറിഞ്ഞതിന് ശേഷവും തെറ്റായ വഴികളിലേക്ക് പോയാൽ അവരെ രക്ഷിച്ചെടുക്കാൻ മറ്റൊരു ബലി പിന്നെ സാധ്യമല്ല. അപ്പൊ അതുകൊണ്ടൊരു തീരുമാനം എടുക്കുന്നതിന് മുമ്പിട്ട് വിശുദ്ധിയിൽ വേണം ഒരു കാര്യം ചെയ്യാനായിട്ട്. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അത് വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം പ്രിയമുള്ളവർ. എല്ലാ കാര്യങ്ങളും നല്ലതുപോലെ ആ ഒരു കാര്യം, പ്രത്യേകിച്ച് ഏത് കാര്യം ചെയ്തതിന് മുമ്പുള്ള യാത്ര പോവാണ്, കുമ്പസാരിച്ചിട്ടേ പോകാം. മനസ്സിലാവുണ്ട്? ഇവിടെ നമ്മൾ അച്ഛനൊക്കെ ഡാലച്ഛനൊക്കെ ആയാലും നമ്മൾ ആരെ തന്നെ ആയാലും ഒരു ശുശ്രൂഷയ്ക്ക് പോകുന്നതിന് മുമ്പിട്ട് നമ്മൾ ചിലപ്പോൾ മെനഞ്ഞാന്ന് കുമ്പസാരിച്ചായിരിക്കും, പക്ഷേ ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് പോവാണെന്ന് വിചാരിക്കുക. ഒന്നുകിൽ പോകുന്ന വഴിക്ക് അല്ലെങ്കിൽ ഇവിടെ വെച്ച് കുമ്പസാരി. കാരണം നമ്മൾ ഓരോ മിനിറ്റിലും ലക്ഷക്കണക്കിന് പാപങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വരുന്നുണ്ട്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. വിചാരത്തിലും നമ്മൾ മനുഷ്യരായിട്ടുള്ള ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ വരാം. അപ്പോൾ നമുക്ക് പല ബുദ്ധിമുട്ട്, ശരീരത്തിൻ്റെ ആസക്തി വരാം, അല്ലെ, മനസ്സിൻ്റെ മ്ലേച്ഛതകൾ വരാം, ചിന്തയിൽ അല്ലേ ആസക്തിയോടെ നോക്കുന്നവൻ പോലും ഹൃദയത്തിൽ പാപം ചെയ്യുന്നതാണ് ഈശോ പഠിപ്പിച്ചത്. അപ്പം അങ്ങനെയുള്ള തിന്മകൾ വരുമ്പോൾ നമ്മൾ കുമ്പസാരിക്കാൻ മടിക്കരുത്. എല്ലാ കാര്യവും ആരംഭിക്കുമ്പോൾ നമ്മളൊരു ശുശ്രൂഷ ചെയ്യുന്നു, നമ്മൾ 10 പേരോട് ഈശോയെ പറ്റി പറയുന്നു, മനസ്സിലാവും? നമ്മൾ റോഡിലേക്ക് ഇറങ്ങിയിട്ട് യേശു ഏക രക്ഷകനാണെന്ന് പ്രസംഗിക്കുന്നു, വെറുതെ ഇറങ്ങരുത്. നമ്മൾ അത്രയും പ്രാർത്ഥിച്ച് ഒരുങ്ങി വേണം ചെയ്യാനായിട്ട്. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് ജോസഫിനെ ഓർത്തു, അല്ലേ? ജോസഫിനെ ഓർക്കാൻ കാരണം എന്താണ്? ജോസഫ് വിശുദ്ധിയിൽ ജീവിച്ചവനായതുകൊണ്ടാണ് ജോസഫിനെ ഓർത്തത്. അല്ല ജോസഫ് കിണറ്റിൽ നിന്ന് കയറി ഇവനെ എല്ലാ സഹോദരങ്ങളെല്ലാവരും തള്ളിക്കളഞ്ഞവനാണല്ലോ, അതോർത്തൊന്നുമല്ല ദൈവം അവനെ ഓർമ്മിച്ചത്. ദൈവം അവനെ ഓർമ്മിച്ചത് എന്തുകൊണ്ടാണ്? അല്ലേ, അവൻ എന്തുകൊണ്ടാണ്? അവൻ ആ പരിശുദ്ധി അവൻ്റെ മനസ്സിലുണ്ടായിരുന്നു കൊണ്ടാണ് ദൈവം എന്ത് ചെയ്ത് ഓർമ്മിച്ചത്. അല്ലേ, മറ്റൊരാളെ ദൈവം ഓർമ്മിച്ചു എന്ന് പറയുന്നുണ്ട്. അതാരാണ്? വേറൊരു സംഭവമുണ്ട് പഴയ നിയമത്തിൽ. ദാനിയേൽ സിംഹക്കുഴിയിൽ കിടക്കുന്ന സമയത്ത് വേണമെങ്കിൽ ആ പഞ്ചായത്തിലുള്ള സകലരെയും ചീത്ത വിളിച്ച് കിടക്കാം. മനസ്സിലാവുന്നുണ്ടോ? സിംഹക്കുഴി കിടക്കുകയാണ്. സിംഹക്കുഴി കിടക്കുന്ന സമയത്ത് ഹബക്കുക്ക് എന്ന് പറയുന്ന ഒരാളുടെ മുടിയിൽ കർത്താവ് അവനെ പൊക്കിയെടുത്ത് അവനെ ഈ സിംഹക്കുഴിയുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നു. ഹബക്കുക്ക് അവൻ്റെ വീട്ടിലുള്ള വയലിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ബംഗാളികൾക്ക് തീർച്ചയായിട്ട് പോയതാണ്. ഹബക്കുക്കിന് ഇവിടെ അറിയില്ല, ബാബിലോൺ അറിയുപോലുമില്ല, കേട്ടിട്ടുപോലുമില്ല, ആകെ കണ്ടിരിക്കുന്നത് ഭൂപടത്തിൽ മാത്രമേ ഉള്ളൂ. അങ്ങനെ ബാബിലോണിലേക്ക് ഇവനെ മുടിയിൽ പൊക്കിയെടുത്തു കൊണ്ടുപോയി ബാബിലോണിൽ സിംഹത്തിൻ്റെ കുഴിയുടെ മുമ്പിലേക്ക് കൊണ്ടുവെക്കുമ്പോൾ ദാനിയേൽ ഒരു ഒറ്റവരി പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ട്. ബൈബിളിലെ മനോഹരമായൊരു പ്രാർത്ഥന ഇതാണ്. ആ പ്രാർത്ഥന ഇങ്ങനെയാണ്. ദാനിയേൽ പ്രാർത്ഥിക്കുകയാണ്, എന്നാലും ദൈവമായ കർത്താവേ നീ എന്നെ എനിക്കിപ്പോഴും വായിക്കുമ്പോൾ ആ വചനം വായിക്കുമ്പോൾ കരച്ചിൽ വരും, അല്ലേ? എന്നാലും എൻ്റെ പൊന്നു കർത്താവേ, സിംഹക്കുഴി കിടക്കുന്ന ഒരുത്തനെ നീ ഓർത്രേ അഗാധത്തിൽ കിടക്കുകയാണ്, അല്ലേ? നീ എന്നെ ഓർത്തല്ലോ. 139 സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, പാതാളത്തിൽ കിടക്ക വിരിച്ചാലും കർത്താവേ അതങ്ങ് അറിയുന്നു. ഞാൻ കടലിൻ്റെ അടുത്തട്ടിൽ പോയി ചായക്കട നടത്തിയാലും കർത്താവേ നീ എന്നെ അറിയുന്നു. അതുകൊണ്ടാണല്ലോ തിമിംഗലത്തിൻ്റെ വയറ്റിലേക്ക് പോയ യോനായെ 3-ാം ദിവസത്തിന് ശേഷം ആരോർത്തത്? കർത്താവ് ഓർക്കുകയും തിമിംഗലത്തിന് ഒരു ഗ്യാസ്ട്രോ പ്രോബ്ലം കൊടുത്ത് ഈ തിമിംഗലത്തെ കൊണ്ട് ഛർദ്ദിപ്പിക്കുകയും ചെയ്തു. എന്നാലും കർത്താവേ നീ എന്നെ എന്തോ ഒരു വലിയൊരു പ്രാർത്ഥനയാണെന്നറിയാമോ? ഭയങ്കരം. നിങ്ങളിതിലും നല്ല പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നവരായതുകൊണ്ട് നിങ്ങൾക്ക് ഇതൊന്നും കേൾക്കുമ്പോൾ ഒരു ഇതുണ്ടാവാൻ ചില, പക്ഷേ ഞാൻ ഇത്രയും പ്രാർത്ഥിക്കാത്ത ആളായതുകൊണ്ട് എനിക്കിതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര അല്ലേ, കോളുമായി കൊള്ളൂ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അങ്ങനെയാണ്. അപ്പോൾ ഈ എന്താണ് നമ്മൾ പറഞ്ഞു വന്നത്? ജോസഫിനെ ഓർത്ത് എന്ത് ചെയ്തു? പോത്തിഫറിൻ്റെ വീടിനെ ദൈവം അനുഗ്രഹിച്ചു, അല്ലേ? പിന്നെ എല്ലാ കാര്യങ്ങളിലും കർത്താവ് ആരുടെ കൂടെ ഉണ്ടായിരുന്നു? ജോസഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നു, അല്ലേ? ജയിലിൽ കിടക്കുമ്പോൾ കർത്താവ് അവൻ്റെ കൂടെ ഉണ്ടോ? ഉണ്ട്, അല്ലേ? പാനപാത്രവാഹകനെ അവൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരികയും അങ്ങനെ ഒരു സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം പറഞ്ഞ് അവൻ ഈജിപ്തിൻ്റെ 2ാം ഭരണാധികാരിയായി മുദ്രവെക്കുകയും ചെയ്തു, അല്ലെ? എങ്ങനെയാണ് ഇവൻ ജയിലിൽ പോകുന്നത്? പോത്തിഫറിൻ്റെ ഭാര്യയ്ക്ക് ഇവനോട് ഒരു ഡിങ്കോൾഫി തോന്നി, അല്ലേ? പക്ഷേ പോത്തിഫർ വിട്ടുകൊടുക്കാൻ ഈ ജോസഫ് അതിന് തയ്യാറായില്ല, അല്ലേ? ഒരു ദിവസം ഒറ്റയ്ക്കായിരിക്കുന്ന സമയത്ത് അവൾ പറഞ്ഞു, ഇന്ന് വീട്ടിൽ ആരുമില്ല, നീ എൻ്റെ ബെഡ്റൂമിലേക്ക് വരിക. അവൻ പറഞ്ഞു, ഞാനൊന്നും തന്മയായതൊന്നും ഞാൻ പ്രവർത്തിക്കുകയില്ലെന്ന് പറഞ്ഞപ്പോൾ അവൻ ഇറങ്ങി ഓടി.
അല്ലേ? നമ്മളായിരുന്നെങ്കിൽ കുറച്ചുകൂടെ കറങ്ങി അവിടെ നിന്നേനെ. പക്ഷെ ഇവൻ എന്ത് ചെയ്തു? ഇറങ്ങി ഓടി. ഒരു തിന്മ കാണുമ്പോൾ ഇറങ്ങി ഓടിക്കോണം. ചേട്ടൻ പറഞ്ഞേ ഹല്ലേലൂയ. പിന്നെ അവിടെ കടന്ന് വട്ടം കറങ്ങാൻ നിൽക്കരുത്. ഒരു കാര്യം നിന്റെ മനസ്സിലൊരു തിന്മയായിട്ടാണ് തോന്നുന്നതെങ്കിൽ ധ്യാനകേന്ദ്രത്തിൽ നിന്നാണെങ്കിൽ പോലും ഇറങ്ങി ഓടിക്കോണം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. അവിടെ കറങ്ങി നിൽക്കരുത്. മനസ്സിലാവണം. അതിനുള്ള ബോധ്യം കർത്താവ് തരും. പിന്നെ കറങ്ങി നിന്നിട്ട് അയ്യോ എന്നെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു തിന്മ ഒരു സൂചന ലഭിച്ചാൽ പിന്നെ അവിടെ കുറ്റിയടിച്ച് നിൽക്കരുത്. മനസ്സിലാവണം. അന്നേരം ഇറങ്ങി ഓടിക്കോണം. മനസ്സിലാവണ്ടോ? എന്ത് ചെയ്തു? ഈ ജോസഫ് ഇറങ്ങി ഓടി. അവൾ ആസക്തി കൊണ്ട് അവനെ കയറി പിടിച്ചത് അവൻ്റെ കുപ്പായത്തിലാണ്. ആ വലിയ നീളമുള്ള അങ്കി എന്ത് ചെയ്തു? ഊരിപ്പോയി. പെട്ടെന്ന് കഥ മാറി. ഇന്നത്തെ പോലെ തന്നെയാണ്. കഥ പെട്ടെന്ന് ടെസ്റ്റ് ചെയ്തു. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അവൾ നിലവിളിച്ചിട്ട് പറഞ്ഞു, എന്നെ ഏതാണ്ടൊരുത്തൻ ആക്രമിക്കാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. പോത്തിഫറിൻ്റെ കോപം ജ്വലിച്ചു. ജ്വലിച്ചില്ലെങ്കിൽ ഭാര്യ എടുത്തിട്ട് ഇടിക്കും. അതുകൊണ്ടാണ് ജ്വലിച്ചത്. അങ്ങനെ പോത്തിഫർ ജ്വലിച്ചു. ഇവൻ എവിടെയായി മാറി? ജയിലിലായി മാറി. അവൻ എന്ത് നഷ്ടപ്പെട്ടു? ഇപ്പം എന്താ അവന് നഷ്ടപ്പെട്ടിരിക്കുന്നത്? അവൻ്റെ ഉടുപ്പ് നഷ്ടപ്പെട്ടു. മേലുടുപ്പ് നഷ്ടപ്പെട്ടു. മനസ്സിലാവുന്നുണ്ടോ? പിതാക്കന്മാരൊക്കെ അതിനെ വ്യാഖ്യാനിക്കുന്ന ഇങ്ങനെയാണ്. കുറേ നാൾ കഴിഞ്ഞ് ജയിലിൽ നിന്ന് ഇവനെ തിരിച്ചു കൊണ്ടുവരുമ്പോൾ, സ്വപ്നമൊക്കെ വ്യാഖ്യാനിച്ച് തിരിച്ചു വരുമ്പോൾ ഈ ഫറവോ രാജാവ് എന്ത് ചെയ്തു? ഇവനെ അതിലും വലിയ വില കൂടിയ ഒരു വസ്ത്രം ധരിപ്പിച്ചു. മനസ്സിലാവുന്നുണ്ടോ? മേലുടുപ്പ് നഷ്ടപ്പെട്ടവന് രാജാവിൻ്റെ ഉടുപ്പ് നൽകിയാണ് ദൈവം ബഹുമാനിച്ചത്. ചേർന്ന് പറഞ്ഞ ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? വിശുദ്ധിയുടെ മേലുടുപ്പ് നഷ്ടപ്പെടുത്താത്തവന് ഉടുപ്പുകൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. അല്ലാത്തവൻ്റെ ഉടുമുണ്ട് പോലും ഒഴിഞ്ഞു പോകും. അല്ലാത്തവനിൽ നിന്നെല്ലാം ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. മനസ്സിലാവുന്നുണ്ട്? ഇവന് മോതിരം കിട്ടി, ഇവന് കാലിൽ ചെരുപ്പ് കിട്ടി. വിശുദ്ധിക്ക് വേണ്ടി അവനൊരു നഷ്ടം സഹിച്ചപ്പോൾ എന്ത് ചെയ്തു? ദൈവം അവന് അത് ഇരട്ടിയായി തിരിച്ചു കൊടുത്തു. വിശുദ്ധിക്ക് വേണ്ടി ഒരു നഷ്ടം വന്നു. മനസ്സിലാവുന്നുണ്ട്? 250 രൂപയുടെ ഒരു കമ്പിളിപ്പതപ്പ് പോയി. പക്ഷെ അവന് കിട്ടിയത് 2.5 കോടി രൂപയുടെ രാജാവിടുന്നൊരു പട്ടുവസ്ത്രമാണ്. ചേർത്ത് പറഞ്ഞ ഹല്ലേലൂയ. വിശിഷ്ടമായ പട്ടുനൂൽ പുഴുക്കളാൽ നിർമ്മിതമായ ഒരു വിശിഷ്ട വസ്ത്രം ആർക്ക് ലഭിച്ചു? ജോസഫിന് ലഭിച്ചു. നഷ്ടപ്പെട്ടത് 250 രൂപയുടെ ഊട്ടിയിൽ നിന്ന് വാങ്ങിച്ച ഒരു കമ്പിളി ഉടുപ്പാണ്. പക്ഷെ അവന് കിട്ടിയത് ഒരു വിശിഷ്ട വസ്ത്രമാണ്. ഇതാണ് വിശുദ്ധിയുടെ പ്രത്യേകത. അപ്പോൾ അതുകൊണ്ട് ചില കാര്യങ്ങൾ ഈ മേഖലയിൽ നമുക്ക് നഷ്ടപ്പെടുമ്പോൾ നമുക്ക് പിന്നീട് ലഭിക്കുന്നത് വലിയ കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ സമയത്ത് നമ്മുടെ കുടുംബങ്ങൾ കൂടുതൽ വിശുദ്ധീകരിക്കപ്പെടാനായിട്ട് അതിനെ നമ്മൾ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന കാര്യങ്ങളാണ്. ഒന്ന്, വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാനയിൽ നിന്ന് നമുക്ക് എന്താ കിട്ടുന്നത്? ആ പേരിൽ തന്നെയുണ്ട്. എന്ത് കിട്ടുന്നു? വിശുദ്ധി കിട്ടുന്നു. 2, പരിശുദ്ധ കുമ്പസാരം. മനസ്സിലാവുന്നുണ്ടോ? 3, പരിശുദ്ധാത്മാവ്. എല്ലാം നമുക്ക് തരുന്നത് പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ഉടനെ നമുക്കിവിടെ ഏറ്റവും മെച്ചപ്പെട്ടവൻ അങ്ങനെയൊന്നും ചിന്തിക്കരുത്. ഭൗതിക കാര്യങ്ങളല്ല. പരിശുദ്ധാത്മാവ് ഒരാളുടെ ഉള്ളിലുണ്ടെങ്കിൽ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അത് ചില വൈകാരികമായ അനുഭവങ്ങളല്ല, മറിച്ച് ഏത് സാഹചര്യത്തിലും വിശുദ്ധിയിൽ നിൽക്കാനുള്ള ഒരാഗ്രഹമെങ്കിലും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകും. ചിലപ്പോൾ നമ്മൾ വീണു പോകും. പക്ഷേ കുമ്പസാരത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യണം? തിരികെ വരണം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. എഴുന്നേറ്റ്. ഈ സമയത്ത് 1-2 കാര്യങ്ങൾ നിങ്ങളോട് പറയുകയാണ്. അതും കൂടി നിങ്ങൾ ഈ ആരാധനയിൽ പ്രത്യേകം സമർപ്പിക്കണം. നമുക്ക് ഈ സെപ്റ്റംബർ 30 മുതൽ ഒക്ടോബർ 4 വരെ യുവജന ധ്യാനം നടക്കുകയാണ്. യുവജന ധ്യാനം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ നിങ്ങളിവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഇപ്പോൾ ഈ ആരാധനയുടെ സമയത്ത് ചിന്തിക്കണം. കാരണം 10 ചെറുപ്പക്കാർ രക്ഷപ്പെട്ടാൽ എന്തോരം വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ധ്യാനത്തിന് വരുന്ന ഒരു 10 പേരെ ദത്തെടുക്കണം. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ വീട്ടിൽ കൊണ്ട് താമസിപ്പിക്കുക, ആഹാരം കൊടുക്കുകയൊന്നും വേണ്ട. നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ, ഇനി ഒരാഴ്ച സമയമുണ്ട്, അടുത്ത ശനിയാഴ്ച വരെ. അപ്പോൾ ഇനിയുള്ള ഈ ഒരാഴ്ചക്കാലം പ്രത്യേകിച്ച് വിശുദ്ധ കുർബാന കാണുമ്പോഴൊക്കെ പറയണം, കർത്താവേ, MCRCയിൽ നിന്ന് എനിക്ക് കിട്ടിയിരിക്കുന്ന 10 ചെറുപ്പക്കാരെ, 10 യൂത്തിനെ ഞാൻ സമർപ്പിക്കുന്നു. ലിസ്റ്റൊക്കെ കർത്താവ് ചെയ്തോളും, നമ്മൾ ലിസ്റ്റ് ചെയ്യുന്നും വേണ്ട. 10 പേരെ, 600ഓളം പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് സീറ്റെല്ലാം ഫുള്ളാണ്. അപ്പോൾ വരാനിരിക്കുന്ന വിദേശത്തു നിന്നൊക്കെ പിള്ളേർ വരുന്നുണ്ട്. 10 പേരെ നിങ്ങൾ എന്ത് ചെയ്യണം? സമർപ്പിക്കണം. നിങ്ങൾ വേറെ നിയമങ്ങളൊന്നും ഈ ദിവസങ്ങൾ വെക്കരുത്. ഇത് വെച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കാര്യങ്ങളും നടക്കും, യൂത്ത് റിട്രീറ്റും നടക്കും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഒന്ന് ഈ ആഴ്ച നിങ്ങൾ പ്രാർത്ഥിക്കുക. ഞാൻ വെറുതെ പറയുന്നതല്ല, സ്വാർത്ഥത കൊണ്ട് പറയുന്നതല്ല. നമ്മളൊരു ആത്മീയ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ 10 യൂത്ത് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ്? അവർ നല്ലതുപോലെ കുമ്പസാരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. എന്നെ വേറെ നമ്മുടെ കുമ്പസാരിച്ച് കഴിയുമ്പം പിന്നെ ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കലി
റെഡി ആയിക്കോളും. അവർ 10 പേര്, എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന 10 പേര്. പ്രത്യേകിച്ച് അടുത്ത ബുധനാഴ്ച നിങ്ങൾക്ക് ഉപവസിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഒരു നേരം ഉപവസിക്കണം. അന്നാണ് ഇവരുടെ കുമ്പസാരം വരുന്നത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ബുധനാഴ്ച ഉച്ചയ്ക്കാണ് ഈ പിള്ളേരുടെ കുമ്പസാരം 1 മണി മുതൽ വരുന്നത്, ഉച്ച കഴിഞ്ഞ്. ആ സമയത്ത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ, അല്ലേ, അതുകൊണ്ട് തലയിറങ്ങി വീടരുത്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ ആ മണിക്കൂറുകളിൽ നിങ്ങളെ ഏൽപ്പിച്ച് നിങ്ങളുടെ മക്കളെ പോലെ കരുതി നിങ്ങൾ എന്ത് ചെയ്യണം? 10 പിള്ളേർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. 10 പേര് രക്ഷപ്പെട്ടാൽ അത് ഭയങ്കര ഒരു സംഭവമാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ നിങ്ങളങ്ങനെ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു 10 പേരെ ഏൽപ്പിച്ച് നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ ബൈബിളിലൊക്കെ ഇങ്ങനെ എഴുതി 10 പേര് യൂത്ത് റിട്രീറ്റിന് വരുന്ന എന്നെ സ്വർഗം ഏൽപ്പിച്ചിരിക്കുന്ന 10 പേര്, അത്രയും മതി. അപ്പോൾ അത്രയും പേരെ നിങ്ങൾ കുർബാനയെ സമർപ്പിക്കുക. പ്രത്യേകിച്ച് നാളത്തെ നിങ്ങളുടെ പള്ളിയിൽ നിങ്ങൾ ബലി അർപ്പിക്കുന്ന സമയത്ത് ഈ നിയോഗം വെച്ച് ആ അൾത്താരയിലും കൂടി വെച്ച് പ്രാർത്ഥിച്ച് ഞങ്ങളെ ഒന്ന് സഹായിക്കണം, അല്ലേ. നമ്മൾ വളരെ പേടിയോടെ ചെയ്യുന്നൊരു ശുശ്രൂഷയാണ് യൂത്ത് റിട്രീറ്റ്. കാരണം നമ്മൾ വിചാരിക്കണം അത്രയും കൃപ ഇറങ്ങണം അതിനകത്ത്, അത്രയും നമ്മൾ അതിനകത്ത് കാര്യമായിട്ട് നിന്നാലേ നമുക്ക് അതിനകത്ത് എന്താൻ പറ്റും. അപ്പോൾ ഡാനിയൽ അച്ഛനൊക്കെ ഇപ്പോഴേ ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അച്ഛനെ വെളിയിൽ പോലും കാണുന്നില്ല. അപ്പോൾ അച്ഛൻ അതുപോലെ പ്രാർത്ഥിച്ച് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ ദിവസങ്ങളൊക്കെ യൂത്ത് റിട്രീറ്റിന് വേണ്ടി. മനസ്സിലാവുന്നുണ്ടോ? ഒത്തിരി കാര്യങ്ങൾ ഇനി ക്രമീകരിക്കാനൊക്കെ ഉണ്ട്. എല്ലാം വേണ്ടി പ്രാർത്ഥിക്കണം. അതിന് ശുശ്രൂഷ ചെയ്യാനായിട്ട് വരുന്ന വോളണ്ടിയേഴ്സൊക്കെ ഉണ്ട്. പകലൊക്കെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനായിട്ട് ഇവിടെ വരാൻ പറ്റുമെങ്കിൽ പകലൊക്കെ വന്ന് ചാപ്പൽ, ഇങ്ങോട്ട് വരരുത്, ഈ ചാപ്പലുകളിൽ മേളിലുണ്ട്, അവിടെയൊക്കെ വന്നിരുന്ന് ആരോട് ചോദിക്കൊന്നും വേണ്ട, നിങ്ങൾ മേളത്തെ ചാപ്പലൊക്കെ വന്നിരുന്ന് യൂത്ത് റിട്രീറ്റിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ വഴിയിലൂടെയൊക്കെ നടന്ന് കുരിശിൻ്റെ വഴിയൊക്കെ ശരി മുറ്റത്തൂടെയൊക്കെ നടന്നോണം. മനസ്സിലാവണം. വരുന്നവരൊന്നും അങ്ങോട്ട് കയറാൻ നിൽക്കരുത്, കാരണം ഇവിടെ എല്ലാം പാക്ഡ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ മുറ്റത്തൂടെ ഈ വഴിയിലൂടെയൊക്കെ നടന്ന് ഈ ധ്യാനകേന്ദ്രത്തിൻ്റെ അങ്ങോട്ട് ജപമാലയൊക്കെ ഇങ്ങനെ നീട്ടിപ്പിടിച്ച് കൈ ഉയർത്തി കർത്താവ് അവിടെ ഇരിക്കുന്ന 10 എണ്ണത്തെ ശരിയാക്കി തരണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കണം. ഇത് കയറും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? ഇത് കയറും. പ്രത്യേകിച്ച് ഒരു വിശുദ്ധൻ്റെ സഹായം കൂടി നിങ്ങൾ യാചിക്കണം. അതാരാണെന്നറിയാമോ? വിശുദ്ധ കാർലോ അക്വിറ്റസ്. കേട്ടിട്ടുണ്ടോ? പുതിയ ആളാണ്. അക്വിറ്റസ് എന്നൊക്കെ പറഞ്ഞില്ലെങ്കിലും അത് പിന്നെ വേറെ എന്തെങ്കിലും ആയിപ്പം കാർലോ എന്ന് പറഞ്ഞാൽ മതി. കാർലോ പുണ്യവാൻ്റെ മാധ്യസ്ഥം കൂടി പ്രത്യേകം നമ്മൾ ഈ യൂത്ത് റിട്രീറ്റിൽ നിന്ന് യാചിക്കുന്നുണ്ട്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഇത് വലിയൊരു മഹാമാരിയായിട്ട് മാറണം. മനസ്സിലാണ്? തീ പിടിച്ച് പന്തം ജ്വലിക്കുന്നത് പോലെ പിള്ളേരിവിടെ പോകണം, അല്ലേ. ഏലിയ വന്നു, അവൻ്റെ വാക്കുകൾ പന്തം പോലെ ജ്വലിച്ചു. അതാണ് അതേപോലെ ആ വചനം സംഭവിക്കും. അപ്പോൾ അതിനു വേണ്ടി ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അവർക്ക് ഇന്നത്തെ ആരാധനയിലൊക്കെ ആ കാര്യം ഒന്ന് സമർപ്പിക്കും. പ്രാർത്ഥിക്കുമോ?